അങ്ങനെ ഒരു ദിവസം ഞാൻ ആത്മാർത്ഥതയോടുകൂടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥന, കർത്താവേ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടത്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, തെറ്റായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്ത. ആകപ്പാടെ ആ സംഘർഷത്തിനിടയിൽ പെട്ടെന്ന് ആ മുറിയിൽ ഒരു വെളിച്ചം കടന്നു വന്നു. ആദ്യം ഞാൻ ഓർത്തു ആരോ വന്ന് ട്യൂബ് ലൈറ്റ് ഇട്ടതാ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലായത് ഇവിടെ ലൈറ്റ് ഇടാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇത് ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചമല്ല, ഭയങ്കര ശക്തമായ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ ഞാൻ കാണുന്നത് അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോട് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺസൺ സ്കറിയ അവറുകളാണ്. ദൈവദാസൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കേവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് നമുക്കേവർക്കും പ്രാർത്ഥനയോട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺസൺ സ്കറിയ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദൈവദാസനെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോൺസൺ. ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് മാനന്തവാടി എന്ന പ്രദേശത്ത് നിന്നാണ് അരോമ ടി വിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഭാര്യയും, ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പോൾ അവിടെ ആയിരിക്കുന്നത്. അരോമ ടി വിയിലെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും അതിൻ്റെ നടത്തിപ്പുകാർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമേ ആശംസിക്കട്ടെ. കർത്താവ് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ അരോമ ടി വിയിലൂടെ അനേകർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ദൈവസ്നേഹം പകർത്തപ്പെടുക മാത്രമല്ല, അതിനപ്പുറമായി ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ സാധിക്കുന്നവരുടെ അവരുടെ പ്രയത്നങ്ങളെയും അവരുടെ ശുശ്രൂഷകളെയൊക്കെ അടുത്തറിയുവാനുള്ള ഒരു അവസരമാണ് തീർച്ചയായിട്ടും അരോമ ടി വി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചില സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് എനിക്ക് ദൈവം ഇടവരുത്തി. ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനും എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ ആ നിമിഷങ്ങളെ ഓർത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിച്ചതിന് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ വയനാട്ടിലാണ് ജനിച്ചു വളർന്നത്. വയനാട്ടിൽ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത്, മാനന്തവാടി ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. കണിയാരം എന്നാണ് ആ പ്രോപ്പർ സ്ഥലത്തിന്റെ പേര്. അവിടെ എൻ്റെ പിതാവ് സ്കറിയ, മാതാവ് അന്നക്കുട്ടി. ഞങ്ങൾ 4 മക്കളാണ്. അതിൽ ഏറ്റവും മൂത്തവനാണ് ഞാൻ. എൻ്റെ കീഴിലായി, എൻ്റെ താഴെയായിട്ട് ഒരു പെങ്ങളുണ്ട്, പിന്നെ 2 അനുജന്മാരും. അങ്ങനെ ഞങ്ങൾ 6 പേരടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ വളർത്തപ്പെട്ടത്. ദൈവത്തിന് ഒത്തിരിയേറെ സ്നേഹം എന്നോടുണ്ട് എന്ന് കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. പറയാനുള്ള കാരണം, വളരെ ചെറുപ്പം മുതലേ തന്നെ ദൈവികമായ കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വളരെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സമയത്ത് പോലും വയനാട്ടിൽ തണുപ്പും മഞ്ഞൊക്കെ ഉള്ളൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്ത് തിരികെ വീട്ടിൽ വന്ന് സ്കൂളിൽ പോകുന്ന ഒരു അനുഭവം വളരെ ചെറുപ്പം മുതലേ, എനിക്ക് തോന്നുന്നൊരു 4 വയസ്സ് 5 വയസ്സ് മുതലേ തന്നെ ആ ഒരു രീതി എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ 1-2 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടക്കണം, 1.5-3 കിലോമീറ്ററോളം വരും. പക്ഷെ എന്നാലും രാവിലെ പോകും, പള്ളിയിൽ പോയി തിരികെ വരുന്ന ഒരു വലിയൊരു സംതൃപ്തിയായിരുന്നു. അപ്പൊ അവിടെ പോയി
പ്രത്യേകിച്ച് അപ്പച്ചന് വേണ്ടിയും അമ്മച്ചിക്ക് വേണ്ടിയും. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരല്പം ദാരിദ്ര്യ അനുഭവമാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അന്ന് എൻ്റെ ഓർമ്മയിൽ ഒരു ചെറിയ ചായക്കടയാണുള്ളത്. ഗ്രാമപ്രദേശത്തുള്ളൊരു ചായക്കട നമുക്ക് ഇന്നത് ഊഹിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ളൊരു ചായക്കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കുടുംബം മുമ്പോട്ട് പോയിരുന്നത്. ആ ആദ്യത്തെ 5 വർഷ കാലം വീടിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു LP സ്കൂളിലാണ് ഞാൻ പഠിക്കാനായിട്ട് സാധിച്ചത്. ഇപ്പോഴും അവിടെയുള്ള ടീച്ചർമാരെയൊക്കെ ഓർമ്മയിൽ ഇടയ്ക്കൊക്കെ കാണാനൊക്കെ ആയിട്ട് ദൈവ സാഹചര്യം ഒരുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ അപ്പർ പ്രൈമറി UP സ്കൂളിലേക്ക് കടന്നു വരുന്നത് ഏതാണ്ട് ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളാണ്. 7 ക്ലാസ് കഴിഞ്ഞപ്പോൾ നേരെ ഹൈസ്കൂൾ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയത് വയനാട് ജില്ലയിൽ മാനന്തവാടിക്ക് അടുത്ത് തന്നെ ഒരു കല്ലോടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഹൈസ്കൂൾ ഉണ്ട്. അവിടെയാണ് ഞാൻ പോയത്. ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂൾ ആയതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസം അവിടെ നിന്ന് ലഭ്യമാകും എന്നുള്ള കാരണത്താൽ. രണ്ടാമത്തെ കാരണം എൻ്റെ അമ്മയുടെ വീട് കല്ലോടിയിലാണ്. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് പഠിക്കാം എന്നുള്ള കാരണം കൊണ്ടാണ് എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. ഞങ്ങളുടെ നാട്ടിലെ കണിയാരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂൾ ഇല്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു വർഷം 8ാം ക്ലാസ് അമ്മ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അപ്പനും അമ്മയും ഇച്ചിരി കൂടുതൽ വാത്സല്യം നൽകിയതുകൊണ്ട് ആ വർഷത്തെ എൻ്റെ പഠനം ഇച്ചിരി ഉഴപ്പിപ്പോയി. അതുകൊണ്ട് എൻ്റെ പിതാവ് പറഞ്ഞു, പിറ്റേ വർഷമായപ്പോൾ നീ ഇനി കല്ലോടിക്ക് പോകണ്ട, കാരണം കണിയാരത്ത് ഒരു ഹൈസ്കൂൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ വർഷം ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ ഭയങ്കര അസ്വസ്ഥത. ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പഠിച്ചോളാം, ഞാൻ അവിടെ തന്നെ നിന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പച്ചൻ സമ്മതിച്ചില്ല. അപ്പച്ചൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ, നീ വീട്ടിൽ ഇവിടെ നിന്ന് പഠിക്കണം. അവിടെ അമ്മ വീട്ടിൽ പോയിട്ട് അവിടുത്തെ സൗകര്യങ്ങളൊന്നും പറ്റിയല്ല, ഇവിടെ നിന്ന് എല്ലാ ദിവസവും വന്നും പോയും പഠിക്കാൻ പറ്റുമെങ്കിൽ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അപ്പച്ചൻ്റെ കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ 9ഉം 10ഉം ക്ലാസ് വീട്ടിൽ നിന്ന് കല്ലോടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോയി പഠിക്കുമായിരുന്നു. അപ്പൊ അവിടേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് ഒരു 3 കിലോമീറ്റർ നടന്ന് മാനന്തവാടി ടൗണിൽ വരണം. അവിടെ നിന്ന് ഒരു ബസ് കയറണം. ആ ബസ്സിലാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. 10ാം ക്ലാസ് ആയപ്പോഴേക്കും നന്നായിട്ട് പഠിക്കുന്ന ആളാണ്. ക്ലാസ്സിൽ മിക്കവാറും ഫസ്റ്റൊക്കെയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകണം എന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറയും, ജോൺസൺ നന്നായിട്ട് പഠിക്കണം, അത് മാത്രം പോരാ, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. സ്ഥിരമായിട്ട് പള്ളിയിലൊക്കെ പോകുന്നതാണ്, എങ്കിലും ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കണം, ഒരു നേർച്ചയൊക്കെ നേർന്ന നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നത്തെ എൻ്റെ അറിവിൽ ഞാനൊരു നേർച്ച നേർന്നു. ഞാൻ എൻ്റെ നേർച്ച ഇതാണ്, 50 രൂപ കർത്താവിന് ഞാൻ നേർച്ച നേർന്നു. ഒറ്റ കണ്ടീഷൻ, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടണം. അപ്പൊ എൻ്റെ കഴിവിൽ തന്നെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് എനിക്കൊരു ഏതാണ്ടൊരു ധാരണയുണ്ട്. അപ്പോൾ പിന്നെ കർത്താവിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ പിന്നെ കാര്യം എളുപ്പമായല്ലോ. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഈ 50 രൂപ അന്നത്തെ കാലത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം മാനന്തവാടിയിൽ നിന്ന് ഹൈസ്കൂൾ വരെയുള്ള എൻ്റെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബസ് യാത്രയ്ക്ക് 12.5 രൂപയാണ് ഒരു മാസത്തേക്ക് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 4 മാസത്തെ പൈസ എനിക്ക് വേണം. അപ്പച്ചനോട് അങ്ങനെ ഒരു 50 രൂപ ചോദിക്കാനായിട്ടുള്ള ഒരു ധൈര്യമൊന്നും എനിക്കില്ല. അപ്പോൾ ഈ 4 മാസം ഈ 12 കിലോമീറ്റർ നടക്കാൻ തീരുമാനിച്ചു. അപ്പം കുറച്ചും കൂടെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങോട്ടും 12 കിലോമീറ്റർ, തിരിച്ചും 12 കിലോമീറ്റർ. അങ്ങനെ ഏതാണ്ട് ഒരു 3-4 മാസം 12 24 കിലോമീറ്റർ നടന്നാണ് ഹൈസ്കൂളിലെ, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിന്റെ ആ സമയത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പരീക്ഷ നന്നായിട്ട് തന്നെ എഴുതി. ഒരു ഉറപ്പുണ്ട്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും. എൻ്റെ ഉറപ്പ് മാത്രമല്ല, ദൈവം എന്നെ സഹായിക്കുമല്ലോ. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിപ്പോയി. കാരണം എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ള ചിന്ത, എൻ്റെ LP സ്കൂൾ UP സ്കൂളിലൊക്കെ പഠിപ്പിച്ച അധ്യാപകർ വീടിന് തൊട്ടടുത്തുണ്ട്. അപ്പൊ അവരൊക്കെ എന്നോട് പറയുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പറയുന്ന കാര്യം, ഒരു IAS കാരനാകണമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഇല്ല എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ IAS സ്വപ്നം ഇവിടെ തീർന്നു.
അപ്പൊ നല്ലൊരു കോളേജ് പഠിപ്പിക്കാനായിട്ട് അപ്പച്ചൻ, ഞങ്ങളുടെ വയനാട് ജില്ലയിൽ അന്നൊരു നല്ലൊരു കോളേജ് ഇല്ല, ഉള്ളത് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മൽഗിരി കോളേജാണ്. അപ്പൊ അവിടെ പഠിപ്പിക്കാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അപ്പച്ചൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ സംഘടിപ്പിച്ച് മാനന്തവാടിയിൽ നിന്ന് ഫോം ഒക്കെ മേടിപ്പിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമാണ്. അതിനേക്കാൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന പ്രയാസം, എൻ്റെ 50 രൂപ ഞാൻ ദൈവത്തിന് കൊടുത്തിട്ടും ദൈവം അത് കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു വർഷത്തോളം ഞാൻ പിന്നെ പള്ളിയിലൊന്നും പോകുകയല്ല. കാരണം പള്ളിയിൽ പോകാനായിട്ട് എന്നോട് എൻ്റെ മാതാവും പിതാവും ഒക്കെ പറയുമ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, എന്തിനു വേണ്ടി പള്ളിയിൽ പോകുന്നത്? പള്ളിയിൽ പോയിട്ട് എനിക്ക് എന്താ കിട്ടിയത്? ഞാൻ നന്നായിട്ട് പഠിക്കുന്ന, എൻ്റെ കഴിവുകൊണ്ട് തന്നെ നേടിയെടുക്കാമായിരുന്നിട്ടും എൻ്റെ കർത്താവ്, ദൈവം എന്നെ സഹായിച്ചില്ലല്ലോ. ഈ ഒരു മനോഭാവമായിരുന്നു എനിക്ക്. ഏതായാലും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വികാരി അച്ഛൻ എൻ്റെ അടുത്ത് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നിനക്ക് ഞാൻ SSLC കഴിഞ്ഞിട്ട് TTC പഠിക്കാനായിട്ട് ഒരു ചാൻസ് ശരിയാക്കി തരാം. അപ്പൊ അതിന് നിന്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ SLC കഴിഞ്ഞ് TTCക്ക് ചേരാം എന്നുള്ള ധാരണയിൽ ഞാൻ മാർക്ക് ലിസ്റ്റുമായിട്ട് വികാരി അച്ഛൻ്റെ അടുത്ത് ചെന്നു. വികാരി അച്ഛൻ അതൊക്കെ മേടിച്ചു. എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ടിരുന്നു, ഈ ഇടവക, കാരണം ഞങ്ങളുടെ ഇടവകയ്ക്കാണ് പിന്നെ അവിടെ വെച്ചാണ് ഈ TTI കോളേജ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു സീറ്റ് ഞങ്ങളുടെ ഇടവകയിലുള്ള വ്യക്തികൾക്ക് കിട്ടും, ഒരു കുട്ടിക്ക് കിട്ടും. അപ്പൊ അത് എനിക്ക് തരുമെന്ന് വികാരി അച്ഛൻ എനിക്ക് ഉറപ്പ് തന്നു. പക്ഷേ റിസൾട്ട് വന്ന് മാർക്ക് ലിസ്റ്റുമായി അവിടെ ചെന്ന് കഴിഞ്ഞ് അതിന്റെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഈ വർഷം ഇവന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇംഗ്ലീഷിന് കണക്കിന് 45% മാർക്ക് വേണം. കണക്കിന് എനിക്ക് നല്ല മാർക്കുണ്ട്, പക്ഷെ ഇംഗ്ലീഷിന് 44 മാർക്ക് എനിക്കുള്ളൂ. 1 മാർക്കിന്റെ വ്യത്യാസത്തിൽ ആ ഒരു പരിപാടിയും ഫ്ലോപ്പായിപ്പോയി. പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഞാൻ പ്രീ ഡിഗ്രി ഒരു പാരലൽ കോളേജിൽ പഠിച്ചു. അതിനെ തുടർന്ന് ഡിഗ്രിക്ക് അതേ കോളേജിൽ തന്നെ ഞാൻ പഠിച്ചു. ന്യൂമാൻസ് കോളേജ് എന്ന് പറയും, മാനന്തവാടിയിലുള്ള. അവിടെ ഗ്രാജുവേഷൻ പൂർത്തിയായി. അപ്പോഴേക്കും ആ ഗ്രാജുവേഷന്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഇനിയും പള്ളിയുമായിട്ട് അടുത്ത് പെരുമാറാനായിട്ടും ഈ മാനന്തവാടി രൂപതയിൽ, ഞാനൊരു കത്തോലിക്കനായിരുന്നു, മാനന്തവാടി രൂപതയിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ രൂപത ഓർഗനൈസർ വരെയായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം മുതൽ ഞാൻ പതുക്കെ ഇടവകകൾ തോറും കടന്നു ചെന്ന് ക്ലാസ്സുകൾ എടുക്കും. ഇപ്പൊ ഞാൻ ആരംഭിച്ച ക്ലാസ് മറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഒരു മരിയൻ ഇയർ കത്തോലിക്ക സഭയിലെ ആഘോഷം 1986. അപ്പൊ ആ വർഷം മുതൽ മറിയത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ എന്താ പറയുക പ്രസംഗങ്ങൾ, ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അത് വർഷങ്ങൾ നീണ്ടു. ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, ജോൺസന് ഒരു ജോലി ശരിയാക്കി തരാം. ഞാൻ ചോദിച്ചു, എന്ത് ജോലിയാണ്? ജോൺസന് പറ്റുന്ന ജോലിയാണ്. അത് ദീപിക പത്രം, കേരളത്തിലെ ആദ്യത്തെ മലയാള ദിനപത്രം ദീപിക, അതിൻ്റെ വയനാട് ജില്ലയുടെ ഉത്തരവാദിത്തമുള്ള വ്യക്തിയായിട്ട് ജില്ലാ ഓർഗനൈസർ എന്ന രീതിയിൽ ജോൺസന് ശരിയാക്കി തരാം. കാരണം അതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചിരുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ അവർ വീണ്ടും വരുന്നുണ്ട്, ജോൺസൺ ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്ന സമയത്ത് അവിടെ ചെന്ന് അവരെ കണ്ടു. ഞാനുമായിട്ടൊരു ഇന്റർവ്യൂ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ, ഞാൻ ചെറുപ്പക്കാരനാണ്, കോളേജ് പഠിക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞതേ ഉള്ളൂ, ഡിഗ്രി കഴിഞ്ഞ ഉടനെ. അപ്പൊ അവർക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞു, ആരംഭിച്ചോളുക, പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാം. അപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വയനാട് ജില്ല മുഴുവൻ യാത്ര ചെയ്യണം, പ്രധാനമായിട്ട് മാക്സിമം ഏജന്റുമാരെ സംഘടിപ്പിക്കണം, ഒപ്പം ഇവിടെ നിന്നുള്ള വാർത്തകൾ എത്രയും പെട്ടെന്ന്, അന്ന് തൃശ്ശൂരാണ് അതിൻ്റെ ഓഫീസ് ഉള്ളത്, അവിടേക്ക് എത്തിച്ചു തരണം. അപ്പോൾ മാനന്തവാടി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ട്രങ്ക് ബുക്ക് ചെയ്യും. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലുള്ള ഫോൺ സൗകര്യങ്ങളില്ല. ട്രങ്ക് ബുക്ക് ചെയ്യും. ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ സമയത്ത് വേഗം തന്നെ വാർത്തകളൊക്കെ വായിച്ചു കൊടുക്കും.
അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോയി. അങ്ങനെ ഏതാണ്ട് ഒരു 2 വർഷക്കാലം ഞാൻ ദീപിക പത്രത്തിൽ ജോലി ചെയ്തു. പക്ഷെ ആ ജോലിക്കിടയിലും എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ കടന്നു വരുന്നുണ്ട്. ആ ജോലിയിൽ ഒരു തൃപ്തി എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രഭാതത്തിൽ 4 മണിയാകുമ്പോൾ എഴുന്നേക്കണം, മാനന്തവാടി ടൗണിൽ ചെല്ലണം. അവിടെ ചെന്നിട്ട് അവിടെ ബസ്സിലാണ് അന്ന് പത്രക്കെട്ടുകൾ വരുന്നത്. ആ പത്രക്കെട്ടുകൾ എടുത്ത് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഏജന്റുമാർക്ക് അങ്ങോട്ട് പോകുന്ന ബസ്സിൽ കയറ്റി വിടണം. അതെല്ലാം കഴിഞ്ഞ് മാനന്തവാടി പ്രദേശത്ത് മുഴുവൻ പത്രവിതരണം ഞാൻ നടത്തണം. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് ഏതാണ്ട് ഒരു 9:30-10 മണിയാകും. ഉടനെ കുളിച്ച് റെഡിയായി വീണ്ടും മാനന്തവാടിയിലേക്ക് ഇറങ്ങി അന്നത്തെ ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കും. ആ ന്യൂസ് എല്ലാം കൂടെ ഏതാണ്ട് ഉച്ചയോട് കൂടിയിട്ട് അറിയിക്കും. അന്നത്തെ പണി എനിക്കില്ല, തീർന്നു. അങ്ങനെയായിരുന്നു ഇതിന്റെ ജോലി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ ജോലിയിൽ എനിക്ക് അത്ര ഒരു തൃപ്തി അനുഭവിക്കാൻ സാധിച്ചില്ല. അപ്പൊ ഞാനൊരു ദിവസം പോയി എൻ്റെ വികാരി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ ജോലി ഒരു സുഖമാവുന്നില്ല, ഒരു സന്തോഷം നൽകുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. കാരണം ആ കാലത്ത് എനിക്ക് 14,000 രൂപ ശമ്പളമുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു ജോലി ആ കാലത്ത് കിട്ടുക അത്ര എളുപ്പമല്ല. അത് വേണ്ട എന്ന് വെക്കുന്ന ഒരു മരമണ്ടൻ എന്ന രീതിയിലാണ് വികാരിച്ചൻ എന്നെ കണ്ടത്. ഞാൻ ഉടനെ തന്നെ അച്ഛനോട് പറഞ്ഞു, ഇതേതായാലും എനിക്ക് പറ്റിയല്ല, എനിക്ക് വേറൊരു പരിപാടി വേണം. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്താ നിന്റെ മനസ്സിൽ? എൻ്റെ മനസ്സിലുള്ള കാര്യം വളരെ പെട്ടെന്ന് പുറത്തു വന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു വൈദികനാകണം. ഇത് കേട്ടുകൊണ്ടിരുന്ന വികാരി അച്ഛൻ അടക്കം ഞെട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം ഒരിക്കലും എന്നിൽ നിന്ന് അങ്ങനെ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിച്ചിട്ടില്ല. വൈദികനാകണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ സത്യത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഈ രൂപതയില് വൊക്കേഷൻ ക്യാമ്പ്, ദൈവവിളി ക്യാമ്പ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഒരുമിച്ച് വിളിച്ചു വരുത്തി ഏതാണ്ട് ഒരു 4-5 ദിവസത്തെ ഒരു ക്യാമ്പാണ്. അപ്പൊ ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവവിളിയുണ്ട്, വൈദികനാകാൻ ദൈവവിളി ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്ന കുട്ടികളോട് ദൈവവിളിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരെ വൈദിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സന്യസ്ത ജീവിതത്തിലേക്ക് അവരെ വിളിക്കുക, ക്ഷണിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ക്യാമ്പിന്റെ ഉദ്ദേശം. അപ്പൊ ക്യാമ്പിൽ പോയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ ഒരു ഫോമൊക്കെ മേടിച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പൊ വീട്ടിൽ വന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ ആ സമയത്താണ് വീട്ടിൽ വന്ന് ഞാൻ ഈ ഫോം കൊടുത്തു. പക്ഷെ അപ്പച്ചൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാ? ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനാകാൻ പോണം. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോൻ, ഇപ്പൊ തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, തൽക്കാലം കോളേജിൽ പഠിച്ചാൽ മതി എന്നത്. അങ്ങനെയാണ് ഞാൻ പ്രീ ഡിഗ്രി ആരംഭിക്കുന്നത്. പക്ഷെ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ആഗ്രഹം വളരെ പെട്ടെന്ന്, ഞാൻ പോലും അറിയാതെ എൻ്റെ വായിന്ന് പുറത്തേക്ക് വന്നു, എനിക്ക് ഒരു വൈദികനാകണം. അച്ഛൻ പറഞ്ഞു, തൽക്കാലം ജോൺസൺ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി ജോലി തുടർന്നു. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വികാരി അച്ഛൻ്റെ അടുത്ത് ചെന്ന് വികാരി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇച്ചിരി സീരിയസ് ആണ് ഈ കാര്യത്തിൽ. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് മെത്രാനച്ഛനോട് സംസാരിക്കാമെന്ന് പറയും. അപ്പൊ ഞാൻ അന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടവക എന്ന് പറയുന്നത് മെത്രാനച്ഛന്റെ നേരിട്ട് ഭരണത്തിന്റെ കീഴിലുള്ള കത്തീഡ്രൽ ഇടവകയാണ്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മെത്രാൻ അവിടെ കുർബാന അർപ്പിക്കാനായിട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെ പേഴ്സണലായിട്ട് പരിചയമുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, മിഷൻ ലീഗിന്റെ രൂപത ഓർഗനൈസർ ആയിരുന്നു. അപ്പൊ അങ്ങനെ രൂപതയിലുള്ള മിക്ക അച്ഛന്മാരുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ വികാരി അച്ഛൻ പറഞ്ഞു, മെത്രാനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി അദ്ദേഹത്തെ പോയി കണ്ടു. അന്ന് അവിടുത്തെ മെത്രാനായിരുന്ന തൂങ്കുഴി പിതാവ്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോൺസനെ പോലുള്ളവരാണ് വൈദികരാകേണ്ടത്. തീഷ്ണതയോടുകൂടി, ബോധ്യത്തോടുകൂടി ഈ പ്രവർത്തനത്തിന് ഇറങ്ങാൻ പറ്റുമല്ലോ. സന്തോഷം. ഏതായാലും സെമിനാരിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മെത്രാൻ അനുവാദം തന്നു. എനിക്ക് തോന്നുന്നു ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, ജോൺസ, റെക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സെമിനാരിയിലെ പഠിപ്പിക്കുന്നതിന്റെ മേലധികാരിയായ വ്യക്തി റെക്ടർ എന്നാണ്. നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു സെമിനാരി ആകുമ്പോൾ റെക്ടർ എന്നാണ് വിളിക്കുക.
റക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇതൊരു ദിവസം ഒരു ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട്, എന്നോട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആഘോഷമായിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ മെത്രാനുണ്ട്. മെത്രാൻ എന്നെ കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു, ജോൺസൺ പ്രത്യേകം വരേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നല്ലോ. ഞാൻ പറഞ്ഞതിൽ റക്ടർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതാണ്. ഏതായാലും ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ചെറുതായിട്ടൊന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ മെത്രാൻ എന്നോട് പറഞ്ഞു, ഒരു ബൈബിൾ ഭാഗം ഒന്ന് എടുത്ത് വായിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം അവിടെ തന്നെ ഒരു ബൈബിൾ ഇരിപ്പുണ്ട്. ഞാൻ ആ ബൈബിൾ എടുത്ത് തുറന്നു. എനിക്ക് കിട്ടിയ ഭാഗം, എനിക്ക് തോന്നുന്നു ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി അവിടെ അനാവരണം ചെയ്യുകയായിരുന്നിരിക്കാം. എനിക്ക് കിട്ടിയ ഭാഗം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യമാണ്. ദൈവം വിളിക്കുന്നതിനെ കുറിച്ച്. ആ വിളിയുടെ പ്രത്യേകത ഒരു വശത്ത് ഇടിച്ചു തകർക്കാനും മറുവശത്ത് പണിതുയർത്താനും. ഏതായാലും അന്നത്തെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ വികാരിയച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോൺസ, വിഷമമുണ്ട്, പക്ഷെ സത്യം അതാണ്, ജോൺസന് സെമിനാരിയിൽ അഡ്മിഷൻ ഇല്ല. ഞാൻ ഓർത്ത്, എന്റെ ദൈവമേ, ഞാൻ അച്ഛനാകാൻ പോലും റെഡിയായിട്ട് എന്നെ വേണ്ടേ, ഇതെന്തൊരു ഇടപാടാ. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ വികാരിയച്ഛനോട് പറഞ്ഞു, എന്താ അച്ഛാ കാരണം? അച്ഛന് കാരണമൊന്നും വ്യക്തമായിട്ട് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് മെത്രാൻ പറഞ്ഞതാണ്, സെമിനാരി ചേരാമെന്ന് പറഞ്ഞതാണ്, എന്തുകൊണ്ട് പറ്റുന്നില്ല? ഏതായാലും അവിടെ അഡ്മിഷൻ ഇല്ല. വികാരിയച്ഛൻ്റെ ഒരു സങ്കടമായി. വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, ജോൺസൺ വിഷമിക്കേണ്ട, ഞാൻ വേറൊരു കാര്യം ചെയ്യാം. അദ്ദേഹം എനിക്കൊരു ലെറ്റർ തയ്യാറാക്കി എന്നോട് പറഞ്ഞു, മീനങ്ങാടി, വയനാട്ടിൽ തന്നെയുള്ള മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ഒരു ആശ്രമമുണ്ട്, സന്യാസാശ്രമമാണ്, അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആ കത്തുമായി ആശ്രമത്തിൽ ചെന്നു. അവിടെയുള്ള വൈദികർ എന്നെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. കത്തൊക്കെ വായിച്ചു. എന്നോട് പറഞ്ഞു, ആ വർഷത്തെ ജൂൺ മാസം അവസാനം, ജൂൺ മാസം 30-ാം തീയതി അല്ലെങ്കിൽ ജൂലൈ മാസം 1-ാം തീയതി സെമിനാരിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യേണ്ട സെമിനാരി കണ്ണൂർ ജില്ലയിലെ എടത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈ പറയുന്ന പോലെ ജൂലൈ മാസം 1-ാം തീയതി തന്നെ ഞങ്ങൾ ചെന്നു. അപ്പൊ അതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരോട് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. എനിക്ക് ഉറപ്പ് വന്നതിന് ശേഷം, സെമിനാരി ചെല്ലാൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അച്ഛനാകാൻ പോകുന്നു എന്ന കാര്യം പോലും ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരോടും സഹോദരങ്ങളോടും സംസാരിച്ചു. അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി, വിഷമമായി. അവരാരും പ്രതീക്ഷിച്ചില്ല. അവര് അവസാനം വരെ എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷെ എനിക്കൊരു നിർബന്ധ ബുദ്ധിയാണ്, എനിക്ക് ചേരണം. അങ്ങനെ ചേരണമെന്ന ആഗ്രഹത്തിന്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ചില അതുകൊണ്ട് ഞാൻ മാനന്തവാടി തന്നെയുള്ള ബുക്ക് സ്റ്റോളിൽ കയറി ബുക്കുകൾ വാങ്ങും, ക്ലാസ് എടുക്കാനായിട്ടുള്ള, ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ബുക്കുകൾ വാങ്ങിയപ്പോൾ അതിനകത്ത് ഈ ഒരു പ്രാവശ്യം ഒരു ബുക്കിനകത്ത് പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉള്ളൊരു ബുക്കായിരുന്നു. അപ്പൊ അതിനകത്ത് എഴുതി വെച്ചിരുന്ന, ഓതർ എഴുതി, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എഴുതിയിരിക്കുന്നത് പൗരോഹിത്യം എന്ന് പറയുന്നത് പുണ്യപൂർണതയ്ക്ക് വേണ്ടിയുള്ളൊരു വിളിയാണ്. അപ്പം വിശുദ്ധിയുടെ തികവാണ് പൗരോഹിത്യം എന്ന രീതിയിൽ. അപ്പോൾ എൻ്റെ മനസ്സിലാഗ്രഹം, ആ തികവ് എനിക്കുണ്ടാകണം. അതാണ് പൗരോഹിത്യത്തിലേക്ക് എന്നെ നീങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചോദനം. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അവിടെ 2 ദിവസം എനിക്ക് അവിടെ അവർ താമസിപ്പിച്ചുള്ളൂ. ജൂലൈ മാസം 3-ാം തീയതി ആ സെമിനാരിയുടെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ എന്നോട് അവിടെ ഉണ്ടായിരുന്ന റക്ടർ പറഞ്ഞു, ജോൺസൺ ഇവിടെ നിർത്താനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെല്ലാം 10-ാം ക്ലാസ് കഴിഞ്ഞവരാണ്. അപ്പൊ അവരുടെ കൂടെ ഡിഗ്രി കഴിഞ്ഞ ഒരാളെ നിർത്തി കഴിഞ്ഞാൽ 2 കൂട്ടർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചവരെ ജോയിൻ ചെയ്യാനായിട്ട് ഈ വർഷം മുതൽ മറ്റൊരു സെമിനാരി ഉണ്ട്. അത് എറണാകുളത്താണ്, തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ജോൺസൺ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇവര് തിരികെ പോകുമ്പോൾ ആ വണ്ടിയിൽ തന്നെ എന്നെയും കയറ്റി ഞാൻ നേരെ ആലുവയിൽ തൃക്കാക്കര സെമിനാരിയിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടെ ആദ്യത്തെ ഒരു വർഷം സെമിനാരി പഠനം പൂർത്തീകരിച്ചു. 2-ാം വർഷമായപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി എനിക്ക് ഗ്രാജുവേഷൻ ഉണ്ട്. എൻ്റെ കൂടെയുള്ള വേറെ 2 പേര് ഗ്രാജുവേറ്റ്സ് ആണ്. ഒരാൾ MA കഴിഞ്ഞ ഒരാളാണ്. ബാക്കി ഉണ്ടായിരുന്ന ഒരു 8ഓളം പേര് എല്ലാം പ്രീ ഡിഗ്രി കഴിഞ്ഞവരാണ്.
അപ്പൊ ഞങ്ങളെ എല്ലാവരെയും കൂടെ അവര് പ്രൊമോട്ട് ചെയ്തു നേരെ നൊവിഷേറ്റിലേക്ക്. അങ്ങനെ വന്നത് വയനാട്ടിൽ തന്നെയാണ്, മീനങ്ങാടി അടുത്ത്. അവിടെ ഒരു വർഷം 365 ദിവസത്തെ ആ, ഒരു കോഴ്സാണ്. ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ സന്യാസ വ്രതം എടുക്കണം. ആ, ഓരോ വർഷം ടെമ്പററി വൗസാണ്. അങ്ങനെ ആ വ്രതവും എടുത്ത് തിരികെ ആലുവയ്ക്ക് പോയി. അവിടെ ഞങ്ങളുടെ സ്റ്റഡി സെന്ററിൽ താമസം ആരംഭിച്ചുകൊണ്ട് ഫിലോസഫി പഠിക്കാനായിട്ട് ആരംഭിച്ചു. സാധാരണ 3 വർഷത്തെയാണ് ഫിലോസഫി കോഴ്സ്. ഞങ്ങൾ ഗ്രാജുവേറ്റ് കഴിഞ്ഞവർക്ക് അത് 2 വർഷമായിട്ട് കുറച്ച് തന്നു. സാധാരണഗതിയിൽ ഫിലോസഫി പഠിക്കുന്ന 3 വർഷം കൊണ്ട് തന്നെ വീണ്ടും അവർ മറ്റൊരു ഗ്രാജുവേഷൻ കൂടി എടുക്കും, BA കൂടി എടുക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി ഡിഗ്രി ഉള്ളത് കൊണ്ട് അത് വേണ്ട, അതുകൊണ്ട് 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാമെന്ന് പറഞ്ഞ് 2 വർഷം കൊണ്ട് ഫിലോസഫി തീർത്തു. ആ ഫിലോസഫി കഴിഞ്ഞ് ഞങ്ങൾക്കൊരു പ്രാക്ടിക്കൽ വർഷമുണ്ട്, റീജൻസി പീരീഡ്. ആ റീജൻസി പീരീഡിലേക്ക് എന്നെ അവർ പറഞ്ഞു വിട്ടത് വീണ്ടും ഈ എടത്തൊട്ടി എന്ന സ്ഥലത്തേക്കാണ്. അപ്പൊ അവിടെ സെമിനാരി ഉണ്ട്, സെമിനാരിയിൽ പഠിപ്പിക്കാം. 2, ആ സെമിനാരിയിലേക്ക് വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ വീടുകളിൽ പോയി കണ്ടുപിടിച്ച് ഈ സെമിനാരിയിലേക്ക് അവരെ കൊണ്ടുവരിക. 3, അവിടെ ഒരു കോളേജ് ഉണ്ട്, ഡീപോൾ കോളേജ് എന്ന് പറഞ്ഞ്. ആ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക്, അന്ന് പ്രീ ഡിഗ്രി അല്ല, അന്ന് +2 എന്ന ലെവലാണ്, +1 +2 ക്ലാസ്സുകൾക്കുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക. പിന്നെ അതൊരു ഇടവക കൂടിയാണ്, അപ്പോൾ പള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക. അങ്ങനെ പല വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളോട് കൂടിയിട്ട് എടത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്നെ അവർ പറഞ്ഞു വിട്ടു. അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ ജോലി ആരംഭിച്ചു. ആ വർഷം എനിക്ക് തോന്നുന്നു ഒരു 10-20ഓളം കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കാനും അവിടെ ചെന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുവാനും അവരുടെ ട്രെയിനിങ്ങിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് സഹായിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ റീജൻസി തീർന്ന ഉടനെ പോകേണ്ടത് തിയോളജിയാണ്, 4 വർഷത്തെ തിയോളജി കോഴ്സ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സാധാരണഗതിയിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ അധികാരികൾ ഞങ്ങളെ ഓരോരുത്തരെയും കണ്ട് പല സെമിനാരികളിലേക്കാണ് ഞങ്ങളെ വിടുന്നത്. ചില വ്യക്തികളെ പൂനെയിലുള്ള സെമിനാരി പറഞ്ഞു വിടും, ചില വ്യക്തികളെ ബാംഗ്ലൂർക്ക് പറഞ്ഞു വിടും. ഭൂരിപക്ഷം പേരും ആലുവയിലുള്ള പൊന്തിഫിക്കൽ സെമിനാരിയിലാണ് പഠിക്കുക. അപ്പൊ ഞങ്ങളുടെ അധികാരി സുപ്പീരിയർ പ്രൊവിൻഷ്യൽ എന്ന് പറയുന്ന അധികാരി ഞങ്ങളെ വന്ന് കാണാനായിട്ട് വന്നപ്പോൾ, അപ്പോൾ ഓരോരുത്തർ പേഴ്സണലായിട്ട് കാണും. അപ്പൊ റീജൻസി നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം വരുന്നത്. അവിടെ വന്ന് സംസാരിക്കുമ്പോൾ എന്നോട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: ഈ വർഷം മുതൽ നമ്മൾ സെമിനാരിക്കാരെ തിയോളജി പഠിക്കാനായിട്ട് ആഫ്രിക്കയിലേക്ക് വിടുന്നുണ്ട്. അപ്പോ ജോൺസണോട് ചോദിക്കാതിരിക്കുന്ന മോശമാണല്ലോ എന്നോർത്തും ചോദിക്കുകയാണ്. ബാക്കി ആരും തന്നെ അതിന് സമ്മതമില്ല. അതുകൊണ്ട് ജോൺസൺ എങ്ങനെയാ, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിൽ മുഴുവൻ പുണ്യപൂർണത ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഐ ആം റെഡി. എനിക്ക് എവിടെ പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പോകാൻ തുടങ്ങി. ഞാൻ മാതാപിതാക്കളോട് ചോദിക്കാൻ പോയില്ല, മറ്റാരോടും ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് കർത്താവിൻ്റെ വിളിയോട് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു മനോഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാ. അപ്പൊ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി, ജോൺസൺ വേറെ ആരുമില്ല, ജോൺസൺ തന്നെയാണ്, ആഫ്രിക്കയാണ്. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ റെഡിയാ, പോകാം. അപ്പോൾ അവര് പിന്നെ പ്രൊവിൻഷ്യൽ കൗൺസിലൊക്കെ തീരുമാനിച്ചു ഒരാളെയും കൂടെ എൻ്റെ കൂടെ വിടാം. അപ്പോൾ അത് റീജൻസി തുടങ്ങേണ്ട, ആ വർഷം തുടങ്ങേണ്ട വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് റീജൻസി ഒഴിവാക്കി കൊടുക്കാം. അങ്ങനെ എൻ്റെ കൂടെ തിയോളജി പഠിക്കാനായിട്ട് ആഫ്രിക്കയ്ക്ക് വിടാം. അങ്ങനെ അദ്ദേഹവും ഞാനും, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആഫ്രിക്കയിലേക്ക്, ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഞങ്ങൾ യാത്ര. ആദ്യമായിട്ടാണ് ഞാൻ അംഗമായിരുന്നത് വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ, VC എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനിലാണ് ഞാൻ അംഗമായിരുന്നത്. അപ്പൊ അവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സെമിനാരി അല്ലെങ്കിൽ തിയോളജി പഠിക്കാനായിട്ട് അച്ഛനാകാത്ത ഒരാളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ ഉദ്ദേശം ഇതാണ്, ആഫ്രിക്കയിൽ ഒരു മിഷൻ വളർന്നു വരുന്നു. അപ്പൊ ഒത്തിരി അച്ഛന്മാരൊക്കെ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പൊ തിയോളജി മുതലുള്ള പഠനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കുമെന്ന ധാരണയിലാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ഞാൻ അവിടെ പോയി സെമിനാരി പഠനം ആരംഭിച്ചു. മൊറഗോറോ എന്ന് പറയുന്ന സ്ഥലത്താണ് സെമിനാരി ഉള്ളത്. അവിടെ പഠനം ആരംഭിച്ചു. ആ പഠനത്തോടൊപ്പം തന്നെ എന്നെ വല്ലാതെ വിഷമിപ്പിച്ച 2 രോഗങ്ങൾ, ഒന്ന് ടൈഫോയിഡ്, 2
മലേറിയ. ഇതിങ്ങനെ മാറി 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 എൻ്റെ ശരീരത്തിലെ പ്രശ്നങ്ങൾ തന്നു. ഒറ്റ വർഷം കൊണ്ട് 8 പ്രാവശ്യമാണ് ഇത് മാറി മാറി വന്നത്. എൻ്റെ ശരീരം അങ്ങോട്ട് മെലിഞ്ഞ് ഒരു ഈർക്കിലി വണ്ണത്തിലായി. അവസാനമായപ്പോഴത്തേക്കും എൻ്റെ അവിടെയുള്ള അധികാരികൾക്ക് തോന്നി ഈ രീതി പോയി കഴിഞ്ഞാൽ മിക്കവാറും ഇവിടെ തന്നെ ചിലപ്പോൾ മരിച്ചു വീഴും. കാരണം ആഫ്രിക്കയിൽ പോയിട്ടുള്ള കുറെ മിഷണറിമാർ അവിടെ തന്നെ മരിച്ചടക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് മലേറിയയാണ് അവിടുത്തെ പ്രശ്നം. കൊതുകിന്റെ ശല്യം. മലേറിയ പിടിച്ചു കഴിഞ്ഞ് സെർബറൽ മലേറിയയിലേക്ക് മാറിക്കഴിഞ്ഞ് പിന്നെ തിരിച്ചൊരു വരവില്ല, മരണത്തിലേക്ക് എത്തും. ഭാഗ്യത്തിന് ആ ഒരു തലത്തിലേക്ക് എന്നെ എത്തിച്ചില്ല. അതുകൊണ്ട് മലേറിയ പിടിച്ചു, മരുന്ന് കഴിക്കും. അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ പ്രത്യേകിച്ച് ചെവിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നത്. ചെവിയുടെ കേൾവി തീരെ അങ്ങോട്ട് കുറയുന്നൊരവസ്ഥയിലേക്ക് വരും. ഏതായാലും 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് അധികാരികൾ എന്നെ വിളിച്ചു, ജോൺസാ ഇനി അവിടെ കണ്ടിന്യൂ ചെയ്യണ്ട. അവിടെയുള്ള അധികാരികൾ പറയുന്നത് ജോൺസനെ തിരികെ നാട്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പോന്നേക്കാം. കാരണം അപ്പോൾ ഒരു അല്പം മരണഭയം കയറി. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും മരിച്ചു പോകും എന്നൊരു ചിന്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ തിരികെ എത്തി. എന്തിനേറെ പറയുന്നു, എൻ്റെ സ്വന്തം മാതാവിന് പോലും എന്നെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് ഞാൻ മാറിപ്പോയിരുന്നു. കാരണം കേരളത്തിൽ വന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചി കുറച്ചു നേരം ഏതൊരു അപരിചിതനോട് സംസാരിക്കുന്ന പോലെയാണ് എന്നോട് സംസാരിച്ചത്. അമ്മച്ചിക്ക് പോലും മനസ്സിലായില്ല, അത്രമാത്രം ഒരു വ്യത്യാസം എൻ്റെ ശരീരത്തിൽ വന്നുപോയി. അവിടെ നിന്ന് തിയോളജി പഠനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഏതായാലും 1 വർഷത്തെ കിഴിവ് എനിക്ക് അവർ തന്നു. കാരണം 1 വർഷം അവിടെ പഠിച്ചു എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് കിഴിവ് കിട്ടി. അങ്ങനെ 3.5 വർഷം കൊണ്ട് തീർക്കേണ്ട തിയോളജി പ്രോഗ്രാം ഇവിടെ വന്ന് 2.5 വർഷം കൊണ്ട് തീർത്തു. അങ്ങനെ 1998 ഡിസംബർ മാസത്തിൽ ഞാൻ വിൻസെൻഷൻ സഭയിൽ ഒരു കത്തോലിക്ക വൈദികനായിട്ട് ഓർഡിനേഷൻ സ്വീകരിച്ചു. അത് സ്വന്തം ഇടവകയിൽ വെച്ച് തന്നെയാണ് ഓർഡിനേഷൻ സ്വീകരിച്ചത്. ഓർഡിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ അവർ അപ്പോയിന്റ് ചെയ്തത് പിറ്റേ മാസം തന്നെ, ഫെബ്രുവരി മാസം ചാർജ് എടുക്കുന്ന രീതിയിൽ എന്നെ അപ്പോയിന്റ് ചെയ്തത് തൃക്കാക്കരയുള്ള മൈനർ സെമിനാരി തന്നെയാണ്. അവിടെ എന്നെ വിടാനായിട്ടുള്ള പ്രധാന കാരണം അവർ പറഞ്ഞത്, ഒന്ന് യൂത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് താല്പര്യമുള്ള വ്യക്തിയാണ്, ഫോർമേഷൻ ഫീൽഡിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് സെമിനാരിയിൽ പോവുക, അവിടെ പഠിപ്പിക്കുക, ഒപ്പം വൊക്കേഷൻ പ്രൊമോട്ടർ എന്ന ഒരു തസ്തികയോട് തന്നു പിള്ളേരെ പെടുത്തും. 3 വർഷമാണ് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഞാൻ ആ 3 വർഷം നന്നായിട്ട് അധ്വാനിച്ചു. അധ്വാനത്തിന്റെ ഫലമായിട്ട് ഏതാണ്ട് 150ഓളം കുട്ടികളെ ഈ 3 വർഷം കൊണ്ട് വിൻസെൻഷൻ സഭയിലെ സെമിനാരിയിൽ ചേർക്കാനായിട്ട് പറ്റി. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവം എന്തൊരു വലിയൊരു മണ്ടത്തരം ഞാൻ ചെയ്തത്. അത് വേറൊരു കാര്യം. ഏതായാലും വൊക്കേഷൻ പ്രൊമോട്ടർ എന്ന തസ്തികയിലുള്ള എൻ്റെ പ്രവർത്തനം കണ്ട് സന്തോഷചിത്തരായ എൻ്റെ അധികാരികൾ ഒരു തീരുമാനമെടുത്തു, ജോൺസനെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാം. എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കാൻ തയ്യാറാണ്. എന്ത് വിഷയമാണ് പഠിക്കേണ്ടത്? അപ്പൊ അവർ പറഞ്ഞു ജോൺസന് തീരുമാനിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ബൈബിൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി അഥവാ അത് സാധിച്ചില്ല എങ്കിൽ എനിക്ക് അല്പം കൗൺസിലിംഗ് ആണ് പഠിക്കാൻ ആഗ്രഹം. അപ്പൊ അവർ പറഞ്ഞു നമുക്ക് ശ്രമിക്കാം, അത് സ്പോൺസറെ കിട്ടണം, കാര്യങ്ങളൊക്കെ ശരിയാക്കണം. അപ്പൊ ഓൾറെഡി എനിക്ക് പാസ്പോർട്ട് ഉണ്ട്, പാസ്പോർട്ട് കൊടുക്കുക, ഒപ്പം സർട്ടിഫിക്കറ്റുകളെല്ലാം ഏൽപ്പിച്ചേച്ച് ജോൺസൺ തൽക്കാലം ബോംബെയിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ ഇവർ എന്നെ ബോംബെയിലേക്ക് വിടാനുള്ള കാരണം അവിടെ ഒരു റിട്രീറ്റ് സെന്റർ ഉണ്ട്. കേരളത്തിലുള്ള പോട്ട ആശ്രമത്തിന്റെ ഒരു ബ്രാഞ്ചാണ് കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്ത് താബോർ ഡിവൈൻ റിട്രീറ്റ് സെന്റർ ആശ്രം എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ പോവുക, അവിടെ പോയി അവരുടെ കൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. അതുവഴി നേടിയെടുക്കേണ്ടത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ്. അപ്പൊ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് അത്യാവശ്യമൊക്കെ അറിയാം. അപ്പൊ ആ അറിവ് വെച്ച് നമുക്ക് വിദേശത്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അവിടെ ചെന്ന് കഴിഞ്ഞ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കണമെങ്കിൽ ഇവിടെ ഒരു 3-4 മാസമെങ്കിലും നിന്ന് സ്ഥിരമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പഠിക്കാം. അപ്പൊ അവിടെ ഇംഗ്ലീഷ് ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകണം. ആ ക്ലാസ് എടുക്കുന്നതിന് വഴിയായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസി എടുക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവിടെ ചെന്നു. ഏറ്റവും ആദ്യത്തെ ക്ലാസ് മുതലേ തന്നെ എനിക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാനായിട്ട് പറ്റി.
അത് വലിയൊരു മിറക്കിളായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആദ്യത്തെ ക്ലാസ്സിന് ഞാൻ കയറി മലയാളത്തിൽ ക്ലാസ് എടുക്കുക, പകരം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു സഹോദരി വരാമെന്ന് പറഞ്ഞു. സഹോദരിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ മറ്റൊരു സഹോദരി ഏൽപ്പിച്ചു. അവർക്ക് മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ പതുക്കെ പതുക്കെ സംസാരിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഒരു തമിഴ് സ്ത്രീയായിരുന്നു. പക്ഷെ ഏതായാലും ദൈവം സഹായിച്ച് ആദ്യത്തെ ആ ക്ലാസ്സിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഡയറക്റ്റ് ഇംഗ്ലീഷിൽ തന്നെ എനിക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചു. അപ്പോ ഞാൻ റോമിൽ വിദേശ പഠനം നടത്തുവാനുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. പക്ഷെ ആ പഠനം എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. കാരണം എന്നെ അവർ വിടുന്നില്ല. ഏതാണ്ട് 7 വർഷം ഞാൻ ആ സ്ഥലത്ത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ദൈവം എന്നെ കണ്ടതിൻ്റെയും സ്നേഹിച്ചതിൻ്റെയും ഏറ്റവും വലിയ അടയാളമായിട്ട് ഞാൻ ആ സമയത്തെ കാണുകയാണ്. കാരണം വൈദികനായി ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. 4ാമത്തെ വർഷത്തിൽ പ്രവേശിച്ചപ്പോൾ മുതലാണ് സത്യത്തിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ബൈബിൾ എടുത്തിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കുർബാന ചൊല്ലുന്ന സമയത്ത് ബൈബിളിൽ നിന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനപ്പുറമായിട്ട് ബൈബിൾ ഇരുന്ന് വായിച്ച് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ ഉൾക്കൊള്ളുക എന്നൊന്നും നമ്മൾ ശ്രമിക്കാറില്ല. പക്ഷെ ധ്യാന കേന്ദ്രമായി കഴിഞ്ഞപ്പോൾ അവിടെ ബൈബിള് പ്രസംഗിക്കണം, ബൈബിളിലെ ഓരോ ആശയങ്ങൾ എടുത്ത് പ്രസംഗിക്കണം. അത് മണിക്കൂറുകൾ നീണ്ട പ്രസംഗമാണ്. ചില ക്ലാസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 3 മണിക്കൂറൊക്കെ നീളും. അപ്പൊ അവിടെ കൊടുക്കേണ്ട കാര്യം മുഴുവൻ ബൈബിളിൽ നിന്നാണ്. അപ്പൊ ബൈബിള് വായിക്കാതെ രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നുപെട്ടപ്പോൾ ഞാൻ ബൈബിള് കയ്യിലെടുത്തു. എന്നെ സംബന്ധിച്ചത് വലിയൊരു അനുഗ്രഹമായി മാറി. കാരണം ബൈബിളിൽ വായന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയിൽ ഒരു വൈദികനായി നിലനിന്നിരുന്ന എനിക്ക് ഒത്തിരിയേറെ സംശയങ്ങൾ കടന്നു വരാൻ തുടങ്ങി. ബൈബിളിൽ ഒരു കാര്യം പറയുന്നു, പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് മിക്കവാറും അതിന് ഓപ്പോസിറ്റ് ആണല്ലോ എന്നൊരു ചിന്ത. അതിന് പ്രധാനമായിട്ടും ആ ചിന്തയിലേക്ക് എന്നെ നയിച്ചത് 2 തിരുവചനങ്ങളാണ്. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തില് 21 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത്, അടുത്ത ഭാഗത്ത് വരുമ്പോൾ, അന്ന് ചിലർ എന്നോട് കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തില്ലേ എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ അറിയുകയില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ആ ഒരു ഭാഗം ഒന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഒന്ന് കിടുങ്ങിപ്പോയി. കാരണം കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. ഇവിടെ സ്വർഗത്തിൽ പോകാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തിൽ പോകാൻ പറ്റാതെ അതിന്റെ വാതിക്കൽ നിന്നിട്ട് കർത്താവിനോട് വാദിക്കുന്നവർ പറയുകയാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുകളെ പുറത്താക്കും, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യും, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കും. ഞാൻ ധ്യാന കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പണിയാണ്. പ്രവചനമുണ്ട്, രോഗസൗഖ്യം നടക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, എല്ലാം കർത്താവിന്റെ നാമത്തിൽ. പക്ഷെ കർത്താവ് പറയുക സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയല്ല. അതൊരു വലിയൊരു ഇടുത്തി പോലെ എന്നെ അങ്ങോട്ട് വിറപ്പിച്ചു കളഞ്ഞു. അടുത്ത തിരുവചനം എന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിച്ചത് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായത്തിൽ 23-ാം തിരുവചനമാണ്. അതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത് ശിഷ്യന്മാരും കർത്താവും തമ്മിലൊരു സംഭാഷണമാണ്. ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് അതിന് മറുപടി കൊടുത്തു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസിന് പുതിയ ഉത്തരവാദിത്വം അവിടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭാഗം. അതെല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ കർത്താവ് തന്റെ കുരിശുമരണത്തെക്കുറിച്ച്, ഉദ്ധാനത്തെക്കുറിച്ചുള്ള പ്രവചനം നടത്തി കഴിഞ്ഞപ്പോൾ പത്രോസ് കർത്താവിനെ മാറ്റി നിർത്തി പറഞ്ഞു, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ.
അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് 23-ാം വാക്യം. ആ മറുപടി ഇങ്ങനെയാണ്: സാത്താനെ എന്റെ മുമ്പിൽ നിന്ന് പോ. അപ്പൊ യേശുവിനെ വ്യക്തമായിട്ട് അറിഞ്ഞ്, യേശു ആരാണെന്ന് പറഞ്ഞ് യേശുവിൽ നിന്റെ കയ്യിൽ നിന്ന് അനുമോദനമൊക്കെ മേടിച്ച വ്യക്തിയെ 2-3 വാക്യങ്ങൾ കഴിഞ്ഞപ്പോഴേ തന്നെ കർത്താവ് വിളിക്കുന്ന പേര് സാത്താനെ എന്ന. എന്നിട്ട് തുടർന്ന് പറയുന്ന ഇങ്ങനെയാണ്: നീ എനിക്ക് പ്രതിബന്ധമാ. അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് POC ബൈബിളാണ്, മലയാളത്തിലുള്ള. അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്യതാണ്: നീ എനിക്ക് പ്രതിബന്ധമാ. നിന്റെ ചിന്ത ദൈവികമല്ല, അത് മാനുഷികമാണ്. അത് വായിച്ചപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി. കർത്താവിന് ഇത്രയും അടുത്തറിയുന്നവനെ പോലും കർത്താവ് വിളിക്കുന്ന സാത്താനെ എന്ന്. ഈ പോക്കൊന്നും പോയ സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ലോ. ഭയങ്കര വിഷമമായി. അപ്പൊ പ്രവൃത്തികള് വചനത്തിൽ കിടക്കുന്നതിന് വിരുദ്ധവുമാണ്. എങ്ങനെ മുമ്പോട്ട് പോകും? ഭയങ്കര സംഘർഷം മനസ്സിൽ. കാരണം ഈ പോക്ക് പോയാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് എൻ്റെ മനസ്സിലേക്ക് കയറി. പക്ഷെ എനിക്ക് സ്വർഗത്തിൽ പോകണം. അതിനു വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ട് കല്യാണവും വേണ്ട എന്നൊക്കെ വിചാരിച്ച് ഈ ഒരു പണിക്കിറങ്ങിയത്. എന്നിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ ജീവിതം തീർന്നല്ലോ. അപ്പൊ മുമ്പോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ തടസ്സങ്ങളായി തുടങ്ങി. ഞാൻ അന്ന് ആത്മീയ പിതാക്കന്മാരെന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നായിക്കപ്പറമ്പിലച്ചനുണ്ട്, പനക്കലച്ചനുണ്ട്, കുച്ചുമാത്തച്ഛനുണ്ട്, അങ്ങനെ കുറെ ഈ കത്തോലിക്ക ആത്മീയതയിൽ മുൻപ് നിൽക്കുന്ന ആൾക്കാരെ ഗൈഡ് ചെയ്യുന്ന ഈ ധ്യാന കേന്ദ്രത്തിന്റെയൊക്കെ ഡയറക്ടർമാരായിട്ടിരിക്കുന്നവരോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അവരെനിക്ക് തന്ന മറുപടി എനിക്ക് ഒരു വശത്ത് അത്ഭുതവും മറുവശത്ത് നിരാശയുമായിരുന്നു. അവരെന്നോട് പറഞ്ഞത് ഇതാണ്: ജോൺസൺ ഇപ്പോ ഒരു ധ്യാന കേന്ദ്രത്തിലാണ്. ജോൺസണിലൂടെ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അത് പിശാച് മുടക്കമിടുന്നതാണ് ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ തന്നുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുക, അത് മതി. ആ ചിന്തകളൊക്കെ വരുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, തിരുസഭ 2000 വർഷത്തെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്നതാണ്. സഭയ്ക്കൊരിക്കലും തെറ്റുപറ്റുകയില്ല. മാർപ്പാപ്പയ്ക്ക് തെറ്റാ വരവുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു വിഷമവും വേണ്ട. അവരങ്ങനെ പറഞ്ഞാലും എൻ്റെ മനസ്സിലാക്കപ്പെട്ട സംഘർഷം, ഇത് ശരിയാണോ? കാരണം ബൈബിളിന് വിരുദ്ധമായത് അതെങ്ങനെ ശരിയാവുന്നു? ഇതൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ. ഏതാണ് ശരി എന്നുള്ള ഒരു തീരുമാനത്തിലെത്താനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ ആ നിമിഷം വന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവെ, എന്നെ കൺഫ്യൂഷനിൽപ്പെടുത്താതെ എനിക്കൊരു കൃത്യമായി ഉത്തരം തരണം കർത്താവെ. കർത്താവ് ഒരു പരിധി വരെ പറഞ്ഞ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ബൈബിൾ എടുത്ത് ഏറ്റവും ആദ്യത്തെ പേജ് മറിച്ചപ്പോൾ ബൈബിളിന്റെ ആമുഖം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം, അതിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്യം എന്നെ സ്പർശിച്ചു. ദൈവവചനമല്ല, ആമുഖമായിട്ട് ബൈബിളിന്റെ മൊത്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ആമുഖം കൊടുത്തിരിക്കുന്നത്, പ്രിന്റ് വന്നിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന വാക്യം ഇതാണ്: ബൈബിൾ ദൈവവചനമാണ്, രക്ഷയ്ക്കാവശ്യമായതെല്ലാം ഇതിനകത്തുണ്ട്. എനിക്ക് ഒരു കാര്യം ഉറപ്പായി അവിടെ. ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായത് എല്ലാം സാത്താൻ നൽകുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ആ സഭയിലുള്ള പ്രവൃത്തികൾ ഏതെല്ലാം വചനത്തിന് വിരുദ്ധമാണോ അത് മുഴുവൻ സാത്താൻ ചെയ്യുന്നതാണ്. സാത്താന്റെ ഉദ്ദേശം അപ്പോൾ സഭയുടെ പേരിൽ സഭയ്ക്കകത്തായിരിക്കുന്നവരെ അവന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകുക. അപ്പൊ യേശുവിന്റെ നാമത്തിന്റെ ഒരു മറ അവിടെ കടന്നു വരുന്നു. ഉടനെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക, അതുകൊണ്ടാണല്ലോ കർത്താവ് ഒരുപക്ഷെ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. കാരണം യേശുവിന്റെ നാമത്തിൽ ഈ പണികളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, പ്രവചനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നില്ല. കാരണം വചനത്തിന് വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാത്താൻ നേതൃത്വം കൊടുക്കുകയാണ്. ഇത് ചെയ്യുന്ന വ്യക്തിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല താൻ സാത്താന്റെ കയ്യിൽ ഒരു ഉപകരണമായി മാറുകയാണ് എന്ന്. അപ്പൊ എനിക്കതിൽ ഒരു കാര്യം ഉറപ്പായി: ബൈബിളിന് വിരുദ്ധമായതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റിയേ മതിയാകൂ. അതിനിടയിൽ അവിടെ
എനിക്കൊരു ട്രാൻസ്ഫറിനെ കുറിച്ച് അധികാരികൾ ചിന്തിച്ചു. എന്നോട് കേരളത്തിലുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, എനിക്ക് കുറച്ചും കൂടെ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു അവസരം വേണം, അതുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ സ്ഥലത്തേക്ക് വിട്ടാൽ മതി. അങ്ങനെ അവര് കൂടിയാലോചിച്ച് എന്നെ ആസാമിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ പുതിയൊരു ശുശ്രൂഷ ആരംഭിക്കണം, ഒരു ധ്യാന കേന്ദ്രം ആരംഭിക്കണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഏതാണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ സ്ഥലം മേടിച്ചു, കെട്ടിടങ്ങൾ പണിതു, 6 ഭാഷകളിൽ ധ്യാന പരിപാടി ആരംഭിച്ചു. പക്ഷെ ഈ ധ്യാനം അവിടെ നടക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള സംഘർഷം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയ മുറിക്കകത്ത് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടെയാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു കുർബാന ചൊല്ലുന്ന ഒരു ചെറിയൊരു മേശയുണ്ട്, അതിനുണ്ട് അടുത്ത് ഒരു ചെറിയൊരു പീഠമുണ്ട്, അവിടെ മറിയത്തിൻ്റെതായ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. കത്തോലിക്ക പള്ളികളിലുള്ളതുപോലൊരു അരുളിക്ക അവിടെയുണ്ട്, നിത്യാരാധന നടത്താൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് അതിന് മുമ്പിലാണ് ഇരിക്കുക. അരുളിക്കയിൽ ഓസ്തി ഉണ്ട്. അവിടെ അങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന രാത്രിയിലാണ്. വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആകെപ്പടെ മുറിയിലുള്ള വെളിച്ചം ഈ അർലിക്കയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു മെഴുകുതിരി വെളിച്ചമാണ്. ഞാൻ ആത്മാർത്ഥതയോടുകൂടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥന, കർത്താവേ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താ ചെയ്യേണ്ടത്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു വശത്ത് ഞാൻ നരകത്തിൽ പോകുന്നുള്ള ചിന്ത, എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ള ചിന്ത, തെറ്റായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്ത. ആകെപ്പാടെ ആ സംഘർഷത്തിനിടയിൽ പെട്ടെന്ന് ആ മുറിയിൽ ഒരു വെളിച്ചം കടന്നു വന്നു. ആദ്യം ഞാൻ ഓർത്തു ആരോ വന്ന് ട്യൂബ് ലൈറ്റ് ഇട്ടതാ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലായത് ഇവിടെ ലൈറ്റ് ഇടാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇത് ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചമല്ല, ഭയങ്കര ശക്തമായ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ ഞാൻ കാണുന്നത് എന്റെ മുമ്പിൽ പീഠത്തിലിരിക്കുന്ന ആ അരുളിക്കയും അതിന്റെ തൊട്ടപ്പുറം ഇരിക്കുന്ന പീഠത്തിലിരിക്കുന്ന മറിയത്തിന്റെ സ്റ്റാച്യുവും പതുക്കെ അവിടെ നിന്ന് നിരങ്ങി 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 പുറത്തേക്ക് ആ വാതിൽ കടന്നു പോകുന്ന ഒരു തോന്നല്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഉടനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചു, ഇതെന്താ സംഭവിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെളിച്ചം അങ്ങ് മാറി. അപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധം വന്നത്. എനിക്ക് മനസ്സിലായി എന്തോ ഒരു ദർശനം ദൈവം എനിക്ക് നൽകിയതാണ്. പക്ഷെ എനിക്കത് വ്യാഖ്യാനിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുന്നില്ല. എന്റെ മനസ്സിൽ ഉടനെ വന്നത് ഇതാണ്, ഞാനും ഇവിടെ നിന്ന് പതുക്കെ ട്രാൻസ്ഫർ ആകാൻ പോവുക. വാതിൽ കടന്നങ്ങ് പോവുകയാണല്ലോ, ഞാനും ട്രാൻസ്ഫർ ആകും. ഞാൻ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് എനിക്കിത് മനസ്സിലാകുന്നില്ല, എന്താ ചെയ്യേണ്ടത്. ആ സംഘർഷത്തിന്റെ ഇടയിൽ 2010 ഓഗസ്റ്റ് മാസം 15-ാം തീയതി, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയില് മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം, അത് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ആ രാത്രിയിൽ ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. എങ്ങോട്ട് പോകണം അറിയില്ല, ഏതായാലും ഞാൻ തീരുമാനിച്ചു ആദ്യം ബോംബെയിലേക്ക് പോവുക. അവിടെ എൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അപ്പൊ അവരുടെ അഭിപ്രായം എന്ന് കേൾക്കുക. സുഹൃത്ത് എന്ന് പറയുന്നത് അച്ഛന്മാരല്ല, അൽമായർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആത്മാർത്ഥതയുള്ള കുറച്ചു പേര്. ഇന്നും അവരുമായിട്ടുള്ളൊരു കോണ്ടാക്ട് എനിക്കുണ്ട്. അവരുമായിട്ട് സംസാരിക്കാം, എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഓഗസ്റ്റ് മാസം 16-ാം തീയതി രാവിലെ എനിക്ക് എടുക്കാൻ പറ്റുന്നതെല്ലാം എടുത്ത് ഗുവാഹട്ടിയിൽ നിന്ന് ഞാൻ ട്രെയിൻ കയറി ബോംബെയിലെത്തി, കല്യാണിൽ വന്നു. അവിടെ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ, എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അവിടെ ആ സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ ആരെയോ ട്രെയിൻ കയറ്റി വിടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. രാത്രിയിലാണ് ഞാൻ അവിടെ എത്തിയത്. അദ്ദേഹം എന്നെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവിടെ ഇരുന്ന് പിറ്റേ ദിവസം ഞാൻ ഇദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അദ്ദേഹത്തിനൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഒരു അച്ഛൻ ഇറങ്ങിപ്പോരുക, അതും പ്രത്യേക കാരണമൊന്നും ഇല്ല, ആത്മസംഘർഷത്തിനൊക്കെ കാര്യമുണ്ടോ എന്നൊക്കെ മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ഏതായാലും ഞാൻ അന്ന് അവിടെ വെച്ച് മറ്റൊരു കാര്യം കൂടെ തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് അമ്മച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും. എൻ്റെ അമ്മയ്ക്ക് എന്താണോ പറയുന്നത് അതനുസരിച്ച് ഞാൻ തീരുമാനമെടുക്കും. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം എൻ്റെ അമ്മച്ചിയിലൂടെ പുറത്തു വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ബോംബെയിൽ നിന്ന് ഞാൻ വണ്ടി കയറി വീട്ടിലെത്തി. രാവിലെ എത്തിക്കഴിഞ്ഞപ്പോഴേ അമ്മച്ചി ചോദിച്ചു, ഇതെന്നോട് എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നു, ആസാമിലല്ലേ നീ?
ഞാൻ പറഞ്ഞു ഞങ്ങൾ പോരാൻ തോന്നി, ഞങ്ങൾ വന്നു. പക്ഷെ എന്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ അമ്മച്ചിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്നോട് ചോദിച്ചു എന്താ കുഴപ്പം. അപ്പൊ ഞാൻ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ പറയുന്നതിനിടയിൽ അമ്മച്ചി ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഇതാണ്: എന്നാൽ നിനക്കിത് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരാൻ പാടില്ലേ. ഞാനത് ദൈവത്തിന്റെ വാക്കായിട്ട് അങ്ങ് സ്വീകരിച്ചു. അമ്മച്ചിയിലൂടെ ദൈവം എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ അങ്ങ് സ്വീകരിച്ചു. ഞാൻ ഉടനെ തന്നെ മാനന്തവാടിയിൽ വന്ന് ഒരു സൈബർ കഫേ കയറി ഒരു മെയിൽ എൻ്റെ അധികാരികൾക്ക് അയച്ചു. ഞാൻ ഇനി വിദ്യാഭ്യാസ സഭയിൽ അംഗമായിരിക്കില്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോന്നിരിക്കുന്നതാണ്, എനിക്കൊരു ബാധ്യതയില്ല, ഞാനൊരു ബാധ്യതപ്പെടുന്ന വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞ് ആഘോഷമായ ഒരു മെയിൽ തയ്യാറാക്കി അവർക്ക് അയച്ചു. അതോടുകൂടി എൻ്റെ മനസ്സിന് വലിയൊരു അസ്വസ്ഥത അങ്ങോട്ട് മാറി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേ തന്നെ അവിടെ നിന്ന് അങ്കമാലിയിലേക്കാണ്, ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ് അങ്കമാലിയാണ്, അവിടെ നിന്ന് ഒരു ജീപ്പില് അച്ഛന്മാര് വീട്ടിൽ വന്നു. അപ്പൊ അവർ വരുന്നതിന്റെ ഉദ്ദേശം ഇതാണ്: ജോൺസൺ സഭ വിട്ടുപോയി, എവിടെയാണ് ഞങ്ങൾക്ക് അറിയില്ല, അപ്പൊ സഭയ്ക്ക് ഇനി ഉത്തരവാദിത്വമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ എന്ത് പറയണമെന്ന് അവർക്കറിയാൻ മേല. പിന്നെ അവർ എന്നെ വളരെ കാര്യമായിട്ട് സോപ്പിട്ട്, എന്തായാലും ജോൺസൺ തിരികെ അവിടെ വരണം, പ്രൊവിൻഷ്യൽ ഹൗസിൽ വരണം, പ്രൊവിൻഷ്യലുമായിട്ട് സംസാരിക്കണം, നമുക്ക് കാര്യങ്ങളൊക്കെ തീർക്കാം, പ്രശ്നങ്ങളൊക്കെ തീർക്കാം. പക്ഷെ എനിക്ക് പ്രൊവിൻഷ്യലിനെ കാണാനായിട്ട് സംസാരിക്കാനുള്ള താല്പര്യം ഉണ്ടായില്ല. പക്ഷെ സ്ഥിരമായിട്ട് അവർ വിളിക്കും, അവർ കത്തുകൾ ഉണ്ടാകും, ഇടയ്ക്ക് ചില ഓഫറുകളൊക്കെ വരും. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് മട്ടിൽ തന്നെ ഞാനിരുന്നു. അവസാനത്തെ കത്തും അല്ലെങ്കിൽ അവസാനത്തെ അധികാരികളുടെ ഭാഗത്ത് നിന്ന്, സീനിയർ പ്രീസ്റ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ വിളികളൊക്കെ അവസാനിച്ചത് ഞാൻ വിവാഹം കഴിച്ചു എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായപ്പോൾ. അതുവരെ അവര് എൻ്റെ പിന്നാലെ തിരികെ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ഇതിനിടയിൽ എനിക്കുണ്ടായ മറ്റൊരു ദൈവാനുഭവം, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പക്ഷെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. സഭയിലെ പ്രവർത്തനങ്ങൾ ശരിയല്ല, പക്ഷെ ഇനി എന്ത്? ഞാൻ തിരികെ വീണ്ടും ബോംബെയിലേക്ക് പോയി. അവിടെ എൻ്റെ ഒരു സുഹൃത്തിന്റെ ശ്രമഫലമായിട്ട് ആക്സെഞ്ചർ എന്ന് പറയുന്ന അമേരിക്കൻ IT കമ്പനിയിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിൽ ഒരു ജോലി സംഘടിപ്പിച്ചു. 3 വർഷം ഞാൻ ബോംബെയിൽ താമസിച്ചു. അതിനിടയിൽ ഒരു ചെറിയ ട്രസ്റ്റ് രൂപീകരിച്ച് കുറച്ച് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്താൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്ന് ഞങ്ങളൊരു 5-6 പേര് കൂടി. അപ്പൊ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്ക്, ബാക്കിയുള്ളവരെല്ലാം പുറവിൽ നിന്നുകൊണ്ട് എന്നെ സഹായിക്കും. അങ്ങനെ ഒരു പദ്ധതിയൊക്കെ ഞങ്ങൾ തയ്യാറാക്കി. അവിടെ അടുത്തുള്ള വലിയൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ താമസം മാറി, ഈ ജോലി രാജിവെച്ച്. അവിടെ ഒരു 300 ഏക്കർ സ്ഥലം എൻ്റെ കൂടെയുള്ള ഒരു പാർട്ടി, ഒരു ബിൽഡറാണ്, അദ്ദേഹം എടുക്കാൻ പോകുന്നു. അപ്പൊ അതിലൊരു 30 ഏക്കർ സ്ഥലം എനിക്ക് നമ്മുടെ ശുശ്രൂഷകൾക്ക്, ഈ ട്രസ്റ്റിന്റെ വർക്കിന് വേണ്ടി തരും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ മുമ്പോട്ട് പോയാൽ മതി എന്ന് അവർ പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാനായിട്ട് ആ സ്ഥലത്തിന്റെ സർവേ നടത്തി. ആ സർവേ നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് ആദിവാസികൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അത് വിലയ്ക്ക് മേടിക്കാനായിട്ട് പറ്റില്ല, പകരം ഗവൺമെന്റ് ഓർഡറിലൂടെ മാത്രമേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കാൻ ചെന്നപ്പോ വീട്ടിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. അതായത് അപ്പച്ചന് തീരെ സുഖമില്ല, അപ്പച്ചന് ആരുടെയെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ട്. അപ്പൊ അമ്മച്ചിക്കറിയാൻ ഞാൻ ഇറങ്ങിപ്പോന്നു, പക്ഷെ അപ്പച്ചൻ അറിയില്ല. അപ്പൊ അമ്മച്ചി പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ, നീ ഏതായാലും ഇപ്പൊ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ, നിനക്ക് പറ്റുമെങ്കിൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. അപ്പച്ചന്റെ ഒരു സഹായിയായിട്ട് ഞാൻ കൂടി. അപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് പ്രധാനമായിട്ട് ഈ കുർബാന ചൊല്ലല്. എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോഴും ഞാൻ കുർബാന ചൊല്ലും. കാരണം വചനത്തിന്റെ സത്യം എന്താ എന്ന് എനിക്കറിയില്ല. എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് ദൈവമല്ലാണ്ട് വേറെ ആരില്ല. ഒരു മനുഷ്യൻ പോലും എൻ്റെ അടുത്ത് വന്ന് അതിന്റെ സത്യം ഇതാണ് എന്ന് ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. അപ്പൊ എനിക്ക് വെളിവാകുന്നത് പോലെ എൻ്റെ തോന്നലനുസരിച്ചൊക്കെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറ്റുന്നത്. അപ്പൊ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ഞാൻ കുർബാന ചൊല്ലും. കാരണം യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയൊരു ഒരു ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അതിശക്തമായ രീതിയിൽ ഒരു പ്രചോദനം എൻ്റെ മനസ്സിൽ, എഴുതണം.
എന്തെഴുതണം എനിക്കറിയില്ല. എഴുതണം എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ പുറകിൽ ആരോ തള്ളി എന്നെ കൊണ്ടുപോയി എൻ്റെ മുറിയിലാക്കിയ ഒരു അനുഭവം. ഞാൻ മുറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ മേശപ്പുറത്ത് A4 സൈസിന്റെ കുറച്ച് പേപ്പർ ഇരിപ്പുണ്ട്, 2-3 ഡയറികൾ ഇരിപ്പുണ്ട്, ബൈബിൾ ഇരിപ്പുണ്ട്, ഒരു പെൻസിൽ ഇരിപ്പുണ്ട്. എന്നെ കൊണ്ട് ആ ഒരു പെൻസിൽ എടുപ്പിച്ചു. എന്നിട്ട് ആ പേപ്പറിൽ എഴുതിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ കൈ പിടിച്ച് എഴുതുന്നൊരു അനുഭവം എനിക്കുണ്ടാകുന്നു. എന്താ എഴുതുന്നത് എനിക്ക് ഒരു ലെവലും കിട്ടുന്നില്ല. കുറച്ചങ്ങ് എഴുതി സ്റ്റക്കായി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ബൈബിൾ തുറക്കണം. ഉടനെ മുമ്പിലിരുന്ന ഞാൻ ഉപയോഗിക്കുന്ന ബൈബിള്, POC ബൈബിള് തുറക്കും. അവിടെ നിന്നൊരു വചനം ഇങ്ങനെ എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരുന്ന പോലൊരു ഫീലിംഗ്. ഉടനെ ഞാൻ അതങ്ങ് എഴുതും. എൻ്റെ ബോധതലത്തിലൂടെയല്ല ഞാനത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകാൻ തുടങ്ങി. ഏതാണ്ട് 3 ദിവസം ഞാൻ അതിനെടുത്തു. ആദ്യ ദിവസം രാവിലെ തുടങ്ങിയതാ. 3 ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഏതാണ്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഇനിയൊന്നും എഴുതാനില്ല. അപ്പൊ ഇതിനിടയിൽ ആകപ്പാടെ ഞാൻ ചെയ്യുന്ന പണി എന്ന് പറയുന്നത്, എൻ്റെ മാതാവ് എന്നെ വിളിക്കും ഭക്ഷണം കഴിക്കാനായിട്ട്. ആ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ എഴുന്നേൽക്കുന്നു. ഞാൻ തന്നെ പോയി എന്തൊക്കെയോ ചെയ്യുന്നു. ഭക്ഷണം കഴിഞ്ഞ് എനിക്ക് ആരോടൊന്നും മിണ്ടാനില്ല. ഞാൻ തിരികെ വരുന്നു, വീണ്ടും എഴുത്ത് തുടരുന്നു. ഏതാണ്ട് 300-350ഓളം പേജുകൾ ഞാൻ എഴുതി തീർന്നു. എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്താണ് എഴുതിയത്? ഞാൻ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. ആ വായന പൂർത്തിയാക്കിയപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലായി. ഇനി എനിക്കൊരു കത്തോലിക്കനായി ജീവിക്കാൻ പറ്റില്ല. കത്തോലിക്ക സഭയിൽ വചനവിരുദ്ധമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ മറുപടി കർത്താവ് എനിക്ക് എന്നിലൂടെ, എൻ്റെ എഴുത്തിലൂടെ എനിക്ക് തന്നു. കർത്താവ് വായിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ഫ്രീഡം ഞാൻ അനുഭവിച്ചു. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്ത് എന്നൊരു തിരിച്ചറിവ് അന്ന് എനിക്ക് കിട്ടി. ഞാൻ വളരെ ഫ്രീ ആയി. എൻ്റെ മനസ്സങ്ങോട്ട് വളരെ ലളിതമായ ഒരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള അനുഭവത്തിലേക്ക് ഞാൻ പോയി. പക്ഷേ എങ്ങനെ ഇനി മുമ്പോട്ട് പോകണമെന്നറിയില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, എനിക്ക് അവിടുന്ന് നൽകിയ ഈ വെളിപ്പെടുത്തലും നന്ദി. പക്ഷെ ഞാൻ ഇനി എന്ത് ചെയ്യണം? കാരണം ഞായറാഴ്ച പള്ളിയിൽ പോകാറില്ല. ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് വെൻസിസ്റ്റർ സഭ രൂപതയെ അറിയിച്ചു. രൂപത പള്ളിയിൽ ഒരു നോട്ടായിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞു. അതോടുകൂടി നാട്ടുകാർക്കൊക്കെ ഞാൻ വിരോധിയായി തീർന്നു. അതുവരെ എന്നെ ബഹുമാനിച്ചവർ മുഴുവൻ എന്നെ പിന്നെ എങ്ങനെ അപമാനിക്കാം എന്നുള്ള ചിന്തയിലായി തീർന്നു. അതുകൊണ്ട് തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും എനിക്ക് മടിയായി തുടങ്ങി. ഒരു കാര്യത്തിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല, വീട്ടിനകത്ത് തന്നെ എന്ന രീതിയിലേക്ക് ഞാൻ മാറി. എൻ്റെ ബന്ധുക്കളായ വ്യക്തികൾ കല്യാണം വിളിക്കാൻ, അല്ലെ വീട് കയറി കൂടുന്ന സമയത്ത് എനിക്ക് വിളിക്കാനായിട്ട് വരും. ഞാൻ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് പോലും നോക്കിയാൽ. എൻ്റെ മാതാവിനെയും അന്ന് അവിടെ തന്നെയാണ് എൻ്റെ അനിയന്മാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. അവരെയൊക്കെ വന്ന് അവരോട് പറയടാ, കല്യാണം ഉണ്ട്, ഇന്ന സമയത്ത് അങ്ങ് വരണം, അല്ലെ തലേദിവസം വരണം. പക്ഷെ എന്നോട് മിണ്ടിയല്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കാക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് ഞാൻ പോയി. വീട്ടിലാണെങ്കിലും എനിക്ക് തോന്നിത്തുടങ്ങി അവർക്ക് അല്പം അസ്വസ്ഥത വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് പള്ളിയിൽ ചെല്ലുമ്പോൾ അവരോട് പലരും ചോദിക്കുക, ജോൺസൺ എന്താ ഇങ്ങനെയായി പോയി? കാരണം അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നെപ്പോലൊരു വൈദികൻ ഇങ്ങനെ ഒരു നിമിഷം പെട്ടെന്ന് ഇറങ്ങിപ്പോയി. സാധാരണഗതിയിൽ വൈദികർ ഇറങ്ങിപ്പോരുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് പോരുക, അല്ലെ കുറെ സമ്പത്തും കൊണ്ട് രക്ഷപ്പെടുക, ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ആൾക്കാർക്ക് മുഴുവൻ സംശയം, ഇത് എന്തുകൊണ്ട് ഇവൻ ഇറങ്ങിപ്പോന്നു, എന്ത് കാരണത്താൽ? കാരണം പള്ളിയിൽ ഏറ്റവും ഭക്തിയോടുകൂടി കുർബാന ചൊല്ലുന്ന വ്യക്തിയാണ് ഞാൻ. സാധാരണ ഞായറാഴ്ച ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരോട് ചോദിക്കും, അച്ഛൻ ഏത് കുർബാനയ്ക്കാണ് വരുന്നത്? ആ കുർബാനയ്ക്ക് അവർക്ക് വന്ന് പങ്കെടുക്കണം, അതാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ നിൽക്കുന്ന ഞാൻ ഇറങ്ങിപ്പോന്നു എന്ന് പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നോടുള്ള ആദരവ് മാറി, എന്നെ എങ്ങനെയെല്ലാം അപമാനിക്കാം എന്ന രീതിയിലേക്ക് അവർ മാറി. അതൊരു പരിധി വരെ ഈ അടുത്ത കാലം വരെ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴൊക്കെയാണ് പിന്നെയും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് ചെറിയൊക്കെ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നത് ആൾക്കാർ. എങ്കിലും പറ്റുമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ തന്നെ പലരും ശ്രമിക്കാറുണ്ട്. ഇന്നും എൻ്റെ ബന്ധുക്കൾ പോലും ചിലർ ഇന്നും അങ്ങനെയാണ് എന്നെ കാണുന്നത്.
ഞാൻ അതിലൊന്നും ഇപ്പോൾ ഒരു സങ്കടവും വിചാരിക്കുന്നില്ല. ഏതായാലും അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞാൻ വയനാട് ജില്ലയിലുള്ള ഒരു ടെലിവിഷൻ ചാനലുണ്ട്, വയനാട് വിഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ അവിടുത്തെ മാനേജരായിട്ട് എനിക്കവർ ഒരു ജോലി തയ്യാറാക്കി തന്നു. അങ്ങനെ ഞാൻ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത, അവർക്കൊരു ചാനല് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ആ ചാനല് പറ്റുമെങ്കിൽ ക്രിസ്തീയ പ്രബോധനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റണം. അപ്പോൾ ഒരു ചാനൽ എടുക്കണം. ആ ഒരു ചിന്തയും കൂടെ കൂടിയിട്ടാണ് ഞാൻ ഈ വയനാട് വിഷൻ ചാനലിന്റെ മാനേജരായിട്ട് ജോലിയിൽ കയറിയത്. പക്ഷെ അന്ന് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്, വേറെ ആരും എന്നെ അതിനെ സഹായിക്കാനും തയ്യാറില്ലാത്തത് കൊണ്ട് എനിക്ക് ആ ടി വി ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ സ്വന്തമാക്കി എടുക്കാനും എനിക്ക് സാധിച്ചില്ല. പക്ഷേ ആ ജോലി കഴിഞ്ഞു. ആ ജോലി തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു വിടണം. എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് വേണമെങ്കിൽ പറയാം, ഒത്തിരിയേറെ പേര്, എനിക്കൊരു 10-12 ഗ്രൂപ്പുകൾ വീട്ടിൽ വന്നു. അവര് വചനം പറയും. അപ്പൊ അവർ വരുന്നു എന്ന് പറയുമ്പോഴേ തന്നെ ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് എനിക്കൊരു അടയാളം തരണം. ഈ ഒരു ഗ്രൂപ്പ് പറയുന്നത് സത്യമാണോ? എനിക്ക് അത് അറിയില്ല. അതുകൊണ്ട് എനിക്കൊരു അടയാളം തരണം. കർത്താവ് ഒരു അടയാളം തരും. ആ അടയാളം വെച്ചുകൊണ്ട് ഞാൻ അവരെ വിലയിരുത്തും. അവർ പറയുന്ന പല കാര്യങ്ങൾക്ക് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് മറുപടി ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പൊ ഞാൻ മനസ്സിലാക്കും, ഇതല്ല, ഈ ഗ്രൂപ്പല്ല ഞാൻ ചേരേണ്ടത്. അങ്ങനെ പല സഭക്കാര് എന്ന പേരിൽ അവകാശപ്പെടുന്നവർ കടന്നു വന്നു, യഹോവ സാക്ഷികൾ കടന്നു വന്നു. വരാതിരുന്നത് കത്തോലിക്കർ മാത്രമാണ്. അതിനിടയിലാണ് എൻ്റെ പിതാവിന്റെ മരണം സംഭവിക്കുന്നത്. അതും എന്നെ സംബന്ധിച്ച് വലിയൊരു ദൈവാനുഭവത്തിന്റെ വേദിയായിരുന്നു. കാരണം എൻ്റെ പിതാവിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും മദ്യം ആവശ്യമാണ്. ഏതാണ്ട് 70 വർഷം നീണ്ടു നിന്ന മദ്യപാനശീലം അദ്ദേഹത്തിന്. ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ പറ്റില്ല. മാറ്റി വെച്ചു കഴിഞ്ഞാൽ അത്രയും മോശമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കും. ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ്, ഒരു ജംഗ്ഷനിലാണ്, അത്യാവശ്യം കടകളൊക്കെയുള്ള ഒരു ചെറിയ ജംഗ്ഷൻ. അപ്പൊ അവിടെയുള്ള സകലർക്കും അറിയാം അപ്പച്ചന്റെ സ്വഭാവം. അപ്പൊ അപ്പച്ചൻ വാ തുറന്ന് ഈ കിടപ്പിലായിരിക്കുന്ന, രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും അപ്പച്ചന് സഹിക്കാൻ പറ്റിയല്ല മദ്യമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച്. പക്ഷെ ഞാൻ തിരികെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഓഡിയോ ബൈബിൾ ഉണ്ട്. ഞാനത് സ്ഥിരമായിട്ട് അപ്പച്ചൻ കേൾക്കാനായിട്ട് അപ്പച്ചന്റെ കട്ടിന് 2 വശത്തും ഏറ്റെടുത്ത് വെക്കും. ആ ഓഡിയോ ബൈബിള് കേട്ട് 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 അദ്ദേഹം ഒരു ദിവസം ഞങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്കിനി മദ്യം വേണ്ട. ഞങ്ങൾക്ക് മനസ്സിലായാലും എന്തുകൊണ്ട് അദ്ദേഹം ഇത് പറയുന്നുവെന്ന്. 2 ദിവസത്തിന് ശേഷം എൻ്റെ പെങ്ങളുടെ ഭർത്താവ് അവിടെ കടന്നു വന്നു. അപ്പച്ചനോട് സംസാരിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം, മദ്യപാനി സ്വർഗത്തിൽ പോകില്ലെന്നല്ലേ പറയുന്നേ, എനിക്ക് സ്വർഗത്തിൽ പോകണം. അന്ന് അദ്ദേഹം നിർത്തി. ആ നിർത്തിയത് എന്നെ സംബന്ധിച്ച് വലിയൊരു ദൈവാനുഭവത്തിന് നിവേദിയായിരുന്നു. കാരണം അന്നു വരെ ഉണ്ടായിരുന്ന മനുഷ്യനല്ല അടുത്ത നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് എന്തിനീ മനുഷ്യനെ ഇങ്ങനെ ഇവിടെ ഇട്ടേക്കുന്നത്? സ്വർഗത്തിലോ പോവുകയില്ല, കാരണം ഈ മദ്യപാനവും ഈ തെറി പറച്ചിലും തന്നെയാണ്. പക്ഷെ ഈ ഒരു നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മാറ്റമുണ്ടായി. അതിനുശേഷം ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ വായിൽ നിന്നൊരു മോശപ്പെട്ട വാക്ക്, മോശപ്പെട്ട ഒരു കുറ്റം പറച്ചില് ഞാൻ കേട്ടിട്ടില്ല. അതുമാത്രമല്ല, യുവാവായിരുന്ന കാലത്ത് നന്നായിട്ട് ബീഡി വലിക്കും, കൂട്ടത്തിലെ കഞ്ചാവും. അതിന്റെ സൈഡ് ഇഫക്റ്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കരള് ഡോക്ടർ പറഞ്ഞത് ഏതാണ്ട് മണലരിക്കുന്ന അരിപ്പ പോലെ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിവർന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല, ശ്വാസം മുട്ടലുണ്ട്. ആസ്മയല്ല, പക്ഷെ ഈ കരളിന്റെ പ്രശ്നം കൊണ്ട് ശ്വാസം മുട്ടല. പക്ഷെ ഞാൻ അന്ന് കണ്ടത്, അന്ന് രാത്രി മുതൽ അദ്ദേഹം ശാന്തമായി, ഒരു സഹായവും ഇല്ലാതെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്, തലയുടെ പുറകിലായിട്ട് ഒരു 5-8 തലയണ വെക്കും, ഏതാണ്ട് ഒരു ചെരിഞ്ഞ രീതിയിലാണ് അദ്ദേഹം കിടന്നത്. അന്നു മുതൽ പരിപൂർണ സൗഖ്യം അദ്ദേഹത്തിന് ദൈവം കൊടുത്തു. ഇതൊക്കെ എന്നെ വല്ലാതെ അങ്ങോട്ട് ആകർഷിക്കാൻ തുടങ്ങി തമ്പുരാനിലേക്ക്. അതായത് 6 മാസക്കാലം ആ രീതിയിൽ തന്നെ. അതിനിടയിൽ അദ്ദേഹം കൊന്തയെടുക്കും. അപ്പൊ ഞാൻ ഇറക്കിയോ കൊന്ത കളിയാക്കാം. അപ്പൊ അപ്പച്ചൻ പറയും, എടാ ഞാൻ കൊന്ത ചൊല്ലുന്നത് മറിയത്തോടല്ല. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ എന്തേ കാണിക്കുന്നത്?
എൻ്റെ ദൈവത്തോട് എനിക്ക് 1 കോടി നന്ദി പറയണം. അതുകൊണ്ട് എണ്ണം പിടിക്കുക. അപ്പൊ ഒരു പ്രാവശ്യം റൗണ്ട് ചുറ്റി കഴിഞ്ഞാൽ ഏതാണ്ട് 60, 59 എണ്ണം, 60 എണ്ണം എന്ന രീതിയിൽ കണക്ക് കൂട്ടി 1 കോടി നന്മ, 1 കോടി നന്ദി എനിക്ക് പറയാം. പിന്നെ സദാസമയം ഞാൻ കാണുന്നത് അദ്ദേഹം പ്രാർത്ഥനയിലായിരിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് വയറിൽ നിന്ന് ചെറിയൊരു ഇളകിപ്പോയി. ബെഡ് ഒന്ന് ശരിയാക്കാനായിട്ട് അമ്മച്ചി വന്നു കഴിഞ്ഞു. ഞാനെടുത്ത് അപ്പച്ചനെടുത്ത് അടുത്ത ബെഡിലേക്ക് കിടത്തിയപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ച് അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ജോൺസാ, ഞാൻ പോവുക. പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും അപ്പച്ചൻ പോവുകയല്ല എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് പോകാറായി. പിറ്റേ ദിവസം വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പച്ചനൊരു അസ്വസ്ഥത വന്നു. ഞാൻ വേഗം അടുത്ത് ഇരുന്നു. എൻ്റെ ഈ നെഞ്ചിൽ കിടന്ന് എൻ്റെ അപ്പച്ചൻ മരിച്ചു. അത് എന്നെ സംബന്ധിച്ചിട്ട് സംഘർഷത്തിലേക്ക് നയിച്ചു. കാരണം മരണപ്പെട്ട ഒരു വ്യക്തി സ്വർഗത്തിൽ പോകണമെങ്കിൽ അതുവരെയുള്ള എൻ്റെ വിശ്വാസം അനുസരിച്ച് അവർക്ക് വേണ്ടി ശേഷക്രിയകൾ എന്ന രീതിയിൽ സ്ഥിരമായിട്ട് പ്രാർത്ഥനയുണ്ടാകണം, ആണ്ട് നേർച്ചയുണ്ടാകണം എന്ന് വേണ്ട പല പരിപാടികളുണ്ട്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഒരു വശത്തെ കൺഫ്യൂഷൻ ഇതാണ്, വചനത്തിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല, അപ്പൊ ഞാൻ പ്രാർത്ഥിക്കണോ? രണ്ടാമത്തെ കൺഫ്യൂഷൻ, ഞാൻ പ്രാർത്ഥിച്ചില്ല എങ്കിൽ അതുകൊണ്ട് എൻ്റെ അപ്പച്ചൻ സ്വർഗത്തിൽ പോകാതിരിക്കൂ, അപ്പൊ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാകിയല്ലോ. പക്ഷെ അന്ന് രാത്രിയിൽ ദൈവം എനിക്കൊരു സ്വപ്നത്തിലൂടെ എൻ്റെ അപ്പച്ചൻ സ്വർഗത്തിലാണ് എന്ന ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. അപ്പോൾ സ്വർഗത്തിലായിരിക്കുന്ന ആളെ വീണ്ടും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പിന്നെ പള്ളിപ്പോക്കും നിർത്തി, സെമിത്തേരിയിൽ അടയ്ക്കിയ സ്ഥലത്ത് പോയുള്ള പരിപാടികൾ അതെല്ലാം നിർത്തി. കാരണം അദ്ദേഹം അവിടെ ഇല്ല, എനിക്കറിയാം. അപ്പൊ അങ്ങനെ കുറേ ദൈവാനുഭവങ്ങളിലൂടെ കർത്താവ് എന്നെ നയിച്ചു. അവസാനം കോവിഡിന്റെ കാലമായി. ആ സമയത്താണ് എൻ്റെ മനസ്സിൽ വലിയൊരു ചിന്ത, മറ്റൊരു ജോലി ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല, വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഇനി എന്ത് ചെയ്യും? എനിക്ക് ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ കയറാൻ തുടങ്ങി. അപ്പൊ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്തോ ഒരു തടസ്സം കാണുന്നു. ഞാൻ ഉടനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങണം, എന്താ തടസ്സമായിട്ടുള്ളത്? എന്നോട് കർത്താവ് പറഞ്ഞു, നീ ബൈബിൾ എടുക്കാൻ പറ. ഞാൻ ബൈബിൾ തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ കടന്നു വന്ന വാക്യം തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 9-ാം വാക്യമാണ്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത്, അപ്പൊ ആ കാലഘട്ടമായപ്പോഴത്തേക്ക് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് സത്യവേദ പുസ്തകം. അത് വായിച്ചപ്പോൾ എനിക്കത് അത്ര ഒരു ക്ലാരിറ്റി കുറവ് പോലെ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ ഉടനെ POC ബൈബിൾ എടുത്തു. അതെടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക, സ്വർണം കൊണ്ട് നിങ്ങളെ അലങ്കരിക്കരുത് എന്ന്. അപ്പൊ ഈ അലങ്കാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. ആ അലങ്കാരത്തിന് കാരണമായിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ ഒരു മോതിരമുണ്ട്. ഞാൻ വിവാഹിതനായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത ഒരു തീരുമാനപ്രകാരം ഞങ്ങളുടെ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ പരസ്പരം ഒരു മോതിരം കൈമാറിയിരുന്നു. അല്ല, ഞങ്ങളുടെ പേര് കൊത്തിയ മോതിരം എത്തിച്ചത് എൻ്റെ ജീവിത പങ്കാളിയുടെ ആഗ്രഹപ്രകാരമാണ്. നമുക്ക് താലി കെട്ടില്ല, അപ്പൊ എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടി എന്ന രീതിയിൽ. അവൾക്കാണെങ്കിൽ വളരെ സ്വർണമെന്ന് പറയാവുന്ന രീതിയിൽ വളരെ ചെറിയ 2 കമ്മലും ഒരു മാലയും, വളരെ തിന്നായിട്ടൊരു മാലയോ ഉള്ളത്. അപ്പൊ കർത്താവ് പറയുകയാണ്, സ്വർണത്തെ നിങ്ങൾ അലങ്കരിക്കരുത്. ഞാൻ ഉടനെ തന്നെ ഇംഗ്ലീഷ് എടുത്തു. അപ്പൊ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന യു ഷുഡ് നോട്ട് അഡോൺ യുവർ സെൽഫ് വിത്ത് ഗാഡ്. അത്യാവശ്യം ഗ്രീക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഗ്രീക്കും എടുത്തു. അവിടെയും ഇതുപോലുള്ള ഒരു ഇമ്പരേറ്റീവ്, ഒരു കമാൻഡാണ്, യു ഷുഡ് നോട്ട് എന്ന അർത്ഥത്തിൽ. അടുത്ത നിമിഷം ഞാൻ പറഞ്ഞു, കർത്താവ്, ഇതിപ്പോ ഓക്കെ, എനിക്ക് പോരാനും ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത് എൻ്റെ ജീവിത പങ്കാളിയുടെ ആഗ്രഹവും കൂടിയാണ്. അപ്പൊ ഞാനത് എൻ്റെതായ ഒരു ആഗ്രഹത്തിൽ മാറ്റിക്കഴിഞ്ഞൊരു സുഖമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിക്കുമ്പോൾ അവള് പറയുന്നത് എന്തോ അതനുസരിച്ച് ഞാൻ ചെയ്യാം എന്ന ഒരു ചിന്തയിൽ ഞാൻ പതുക്കെ അവളുടെ അടുത്ത് ചെന്നു.
അടുക്കളയിലായിരുന്നു. അവളെ വിളിച്ച് മേശപ്പുറത്ത് ഇരുത്തിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു, നീ ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. സത്യവേദ ദിവസവും വായിച്ചു. എന്നെ പോലെ തന്നെ എൻ്റെ വലിയൊരു ഡെപ്തിലേക്കൊന്നും കടന്നു വരാൻ പറ്റില്ല. ഇതെന്താണെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ POC ബൈബിൾ എടുത്തു കൊടുത്തു. അത് വായിച്ചു എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ പറഞ്ഞു, ഇതിനകത്ത് എങ്ങനെയാണ് എഴുതിയേക്കുന്നത് അതുപോലെയാണ് ഇംഗ്ലീഷും ഇവൻ ഗ്രീക്കും പറയുന്നത്. അടുത്ത നിമിഷത്തിൽ ഞാൻ കാണുന്നത് കഴുത്തിൽ കിടക്കുന്ന മാലയും കാതിൽ കിടക്കുന്ന കമ്മൽ ഊരി എൻ്റെ കയ്യിലേക്ക് തരുന്ന എൻ്റെ ജീവിത പങ്കാളിയാണ്. ഞാൻ മനസ്സിലാക്കുകയാണ്, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന തടസ്സം അതായിരുന്നു. ആ ഒരു തടസ്സം ഞാൻ മാറ്റിക്കഴിഞ്ഞപ്പോൾ ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ മുമ്പിലേക്ക് പല വിധത്തിലുള്ള തുറവികൾ തന്നു. കോട്ടയത്ത് ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട്, എറണാകുളത്ത് ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട്, ഇവൻ വയനാട്ടിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പങ്കെടുക്കാനായിട്ട്, അങ്ങനെ പല വിധത്തിലുള്ള ഓപ്പണിങ് കിട്ടി. അമേരിക്കയിലുണ്ടായിരുന്ന ഒരു ശുശ്രൂഷക്കാരൻ്റെ ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കാനായിട്ട്. അതിനിടയിലാണ് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു റിട്ടയേർഡ് കേണൽ എൻ്റെ അടുത്ത് കടന്നു വന്ന് അദ്ദേഹം ശുശ്രൂഷയിൽ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മാനന്തവാടി അടുത്തുള്ള പയ്യമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് കർത്താവ് ഒരു നിർദ്ദേശം തന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. ഞാൻ ശുശ്രൂഷ ആരംഭിക്കുന്നുവെങ്കിൽ പയ്യമ്പള്ളിയിലേക്ക് വേണം. ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു, കേണലിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ പയ്യമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിൻ്റെ 2ാം നിലയിൽ ഒറ്റമുറി വാടകയ്ക്ക് എടുത്തു. അവിടെ താമസം ആരംഭിച്ചു. അവിടെ വെറും 3 മാസം എനിക്ക് നിൽക്കാൻ പറ്റിയുള്ളൂ. കാരണം കോവിഡിന്റെ സമയമാണ്. അവിടേക്ക് മറ്റുള്ളവർ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് അവർക്ക് അല്പം ബുദ്ധിമുട്ടായിട്ട് അവരുടെ സംസാരത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ മാറി. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഈ ഭവനം അങ്ങനെ കർത്താവ് ഒരുക്കി തന്നു. ഈ ഭവനം ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ്. ഈ ഭവനത്തിന്റെ ഓണർ വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ്, ഒരു കുടുംബം. അവർക്ക് സന്തോഷവുമായി ഇന്ന് ഇവിടെ ഈ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. ഇതിനോട് ചേർന്ന് ഒരു ഹോളുണ്ട്. അവിടെ ഞങ്ങളുടെ ചർച്ചായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നു. ആ ഹോളിൽ ഞങ്ങൾ ഇവിടെയുള്ള പാസ്റ്റേഴ്സിന്റെ ഒരു കൂട്ടായ്മ ഞാനിപ്പോൾ നടത്തുന്നുണ്ട്. മാസത്തിലൊരിക്കലും ഞങ്ങൾ കൂടും. അതുകൂടാതെ ബൈബിൾ കോളേജ് ഞങ്ങൾ ആരംഭിച്ചു. BTH ലെവലിലുള്ള ഒരു കോളേജ് ആരംഭിച്ചു. സ്റ്റുഡൻസ് അതിന്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് MTH ലെവലിൽ പ്രത്യേകിച്ച് പാസ്റ്റർമാർക്ക് വേണ്ടിയിട്ട് കോഴ്സ് നടത്തുന്നു. ഇപ്പോഴും ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മറുവശത്ത് അത്യാവശ്യം ഈ പ്രദേശങ്ങളിലെല്ലാം കടന്നു ചെന്ന് പരസ്യയോഗങ്ങളും ഭവന സന്ദർശനം വഴിയായി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് തയ്യാറാകുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആഴ്ചയിൽ ഒരു ദിവസം വൈകുന്നേരം 1 മണിക്കൂർ നേരം തിയോളജി ക്ലാസ് നമ്മളവിടെ കൊടുക്കുകയാണ്. കാരണം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 30-35ഓളം ക്ലാസ്സുകൾ ഇപ്പോൾ കഴിഞ്ഞു. ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് വിഷയം, ബൈബിളിലെ പല വിഷയങ്ങളെക്കുറിച്ച് അവിടെയുള്ള ജനത്തോട് പബ്ലിക്കായിട്ട് നിന്ന് പറയുന്ന ഒരു അനുഭവം. ഒത്തിരി പേര് ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റെസ്പോൺസ് അവരുടെ ഒന്നും ഉണ്ടാകുന്നില്ല. എങ്കിൽ പോലും ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം മാറ്റമില്ലാത്ത വചനം പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കർത്താവ് അങ്ങനെയുള്ള അനുഗ്രഹത്തിലൂടെയൊക്കെ എന്നെ നയിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സ്നാനാനുഭവത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. അത് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു 10-15 പേര് എൻ്റെ അടുത്ത് കടന്നു വന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അടയാളങ്ങൾ കർത്താവിനോട് ചോദിച്ച് അങ്ങനെ ഒരു ദിവസം എന്നോട് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സഹോദരൻ പറഞ്ഞു, സഹോദര, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്, താല്പര്യം ഉണ്ടാവുമോ, എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെൽക്കം, വരാൻ പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹത്തോട് കൂടെ ചേർന്ന് അദ്ദേഹത്തിന്റെ സഭാ ശുശ്രൂഷകൻ കടന്നു വന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വ്യക്തമായ ഒരു ധാരണയിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നു. ഈ കൂട്ടായ്മയിലാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അത് പെന്തക്കോസ്ത് സഭയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് മാനന്തവാടി ചെറ്റപ്പാലത്തു നിന്നുള്ള ശുശ്രൂഷകൻ ജെയിംസ് മാത്യു എന്ന് പറയുന്ന
പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചു. അന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഏതാണ്ട് ഒരു ധാരണയിലേക്ക് എത്തി. അദ്ദേഹം എന്നെ സ്ഥിരമായിട്ട് അവിടെ നടക്കുന്ന പ്രോഗ്രാമുകളിലേക്ക് വിളിച്ചു. ഞായറാഴ്ചകളിൽ ചർച്ചിൽ പോകും, ആരാധനയിൽ പങ്കെടുക്കും, വെള്ളിയാഴ്ചകളിലുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കും, ശനിയാഴ്ച വൈകുന്നേരം ഒരു ചെറിയ പ്രെയർ ഉണ്ട്, അതിന് പോയി പങ്കെടുക്കും. അങ്ങനെ ആ പ്രാർത്ഥനകളിലേക്ക് കുറച്ചും കൂടെ കൂടുതൽ അഭിമുഖത്തിൽ കടന്നു വന്നു. ഒരു ദിവസം ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ശക്തമായി തന്നെ എൻ്റെ മനസ്സിൽ ഒരു പ്രചോദനം, സ്നാനപ്പെടണം. ഞാൻ ഉടനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞാൻ സ്നാനപ്പെട്ടതാണല്ലോ. ഉടനെ തിരുവചനം എൻ്റെ മുമ്പിലേക്ക് എടുത്തിട്ട് തന്നു. വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർ രക്ഷിക്കപ്പെടും. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്. ഞാൻ ആ ആരാധന, അന്നത്തെ ആ ശുശ്രൂഷ, വെള്ളിയാഴ്ച ദിവസം ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് ചെന്നു. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് സ്നാനപ്പെടണമെന്ന ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച ഒരു സാക്ഷ്യം പറയണം ഇവിടെ, അതിനുശേഷം അടുത്ത ഞായറാഴ്ച നമുക്ക് രാവിലെ അതിനെക്കുറിച്ച് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ഞായറാഴ്ച ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് എന്നെ അങ്ങോട്ട് കയറ്റി നിർത്തി എന്നോട് സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ സാക്ഷ്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ സാക്ഷ്യം പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഭയങ്കരമായൊരു എന്താ സന്തോഷം കൊണ്ടെന്നാണോ പറയണ്ടേ, ഒരു ടെൻഷനാണോ എന്നും എനിക്കറിയത്തില്ല, ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. പിറ്റേ പിറ്റേ ഞായറാഴ്ച നമുക്ക് ആരാധനയ്ക്ക് മുമ്പായിട്ട് അത് ക്രമപ്പെടുത്താമെന്ന് പറഞ്ഞു. ആ ആഴ്ചയിൽ എനിക്ക് ഒരു സഹോദരൻ ഒരു വെള്ള ഷർട്ട് കൊണ്ടു തന്നു. ഇത് തന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് തന്നെ സ്നാനപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എനിക്ക് തന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിലരെല്ലാം കൂടെ അതൊരു സ്നാനം വലിയൊരു ആഘോഷമാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടേതായ രീതിയിൽ പോയി. പക്ഷെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, ഇതൊരു അങ്ങയുടെ ആഗ്രഹമാണ്, അങ്ങയുടെ അഭിഷേകം, അങ്ങയുടെ അനുഗ്രഹമൊക്കെ ഇതിനകത്തുണ്ട് എന്ന് എനിക്കൊരു തെളിവ് തരണമെന്ന് പറഞ്ഞു. ഞാൻ ആ പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു പാട്ട്, നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുന്ന ഒരു പാട്ട്, ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് കൊയർ എൻ്റെ സ്നാനം കഴിയുമ്പോൾ ഈ പാട്ട് പാടണമെന്ന്. ഞാൻ സ്നാനത്തിന് കടന്നു ചെന്നു. എന്നെ വെള്ളത്തിൽ മുക്കി ഒരു വലിയൊരു ദൈവാനുഭവത്തിലേക്ക് ഞാൻ അങ്ങോട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഞാനത് പറയുമ്പോൾ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അനുഭവിക്കുന്നത് മേഘത്തിനകത്ത് നിൽക്കുന്നൊരു അനുഭവം. അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ മേഘത്തിനകത്ത് നിൽക്കുന്നൊരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നു. സ്നാനം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞാൻ തിരികെ ചർച്ചിനകത്ത് കയറി വരുമ്പോൾ ഞാൻ കേൾക്കുന്നത്, ഞാൻ ആഗ്രഹിച്ച് പാടണമെന്ന് കർത്താവിനോട് പറഞ്ഞ് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ദൈവം ഒത്തിരി ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന കാര്യം പോലും കർത്താവ് കേൾക്കുകയും നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരികയും ചെയ്യുന്ന ഒരു അനുഭവം അന്നു മുതൽ ഇന്ന് വരെ ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞങ്ങള് അവിടെ നിന്നപ്പോൾ ഈ സ്നാനം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വയനാട് വിഷനിലുള്ള ജോലി എനിക്ക് കിട്ടിയത്. അതിനുശേഷം അത് ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ ശുശ്രൂഷയിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ കർത്താവ് ആ രീതിയിൽ എന്നെ വഴി നടത്തി ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വന്നു. അത് ഞങ്ങൾ ചെയ്തത് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഇവിടെയുള്ള ഈ ദേശത്തുള്ള സകലർക്കും വേണ്ടി ഓരോ വ്യക്തിയുടെ പേര് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഞങ്ങൾ ഒരു 3-4 പേരുണ്ട്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതിന് ഞങ്ങൾ ചെയ്തത് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എൻ്റെ പ്രിന്റ് ഔട്ട് എടുത്തു. അപ്പം ഞങ്ങളുടെ ചുറ്റുമുള്ള വാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കി അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിന്റ് ഔട്ട് എടുത്ത് അതിനകത്ത് ഓരോരുത്തരുടെ പേരുണ്ട്. അപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് പേരില്ലാത്തത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെയാണ്. അപ്പൊ ആ ഭവനത്തിൽ കുട്ടികളുണ്ടോ ഞങ്ങൾക്കറിയില്ലെങ്കിലും അവിടെയുള്ള കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്ത് ഓരോ വ്യക്തിക്ക് വേണ്ടി എന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അതുകൊണ്ട് 35,000 പേർക്ക് വേണ്ടി, ഈ ദേശത്ത് തന്നെ താമസിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് ഞങ്ങൾക്കൊരു നിർദ്ദേശം തന്നു, ഇനി ദേശത്തിന്റെ പല ഭാഗങ്ങളിലും പരസ്യയോഗമായിട്ട് ഞങ്ങൾ പോകണം. അങ്ങനെ ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് അതിനുള്ളൊരു കൃപ തന്നു. അങ്ങനെ ഞങ്ങൾ പരസ്യയോഗങ്ങളുമായിട്ട് ഇറങ്ങി. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന ആ ഒരു ദൈവിക അനുഭവത്തിലൂടെ
മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളിൽ പോലും കർത്താവ് ഇടപെടുകയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ആ, അല്പം ചേന തിന്നാനായിട്ടൊരു ആഗ്രഹമുണ്ട്, നമുക്ക് ചേന മേടിക്കാവോ? അപ്പൊ പറഞ്ഞു, നോക്കാം, നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് പുറത്ത് പോയി നോക്കാം. പക്ഷെ അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ആ, ഒരു സഹോദരൻ വീട്ടിൽ വന്നു, ഒരു ചാക്കുകെട്ടുമായിട്ടാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് വീട്ടിൽ ചേന പറിച്ചപ്പോൾ പെട്ടെന്ന് പാസ്റ്റി ഓർത്തു, ഞങ്ങൾ അതിങ്ങ് എടുത്തോണ്ട് പോരുക. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തെ കർത്താവ് അംഗീകരിച്ച് ആ സ്നേഹം നമുക്ക് കാണിച്ചു തന്നുകൊണ്ട്, ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഓർക്കുക, വെറും 600 രൂപ പോക്കറ്റിലിട്ടുണ്ട് ഇറങ്ങുന്നത്. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അമ്മച്ചി തന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക്, കാരണം ഈ വിശ്വാസത്തിന്റെ പേരിൽ നിന്നതിന്റെ പേരിൽ കുറച്ച് ചില പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ കടന്നു വന്നു. അനുജനുമായിട്ടുള്ള ചെറിയ ടെൻഷൻ ഉണ്ടായി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള അവസ്ഥയാണ്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കടന്നു വന്ന് അവിടെ ഞങ്ങൾ പൈസ കൊടുക്കേണ്ടത്, വണ്ടിക്കൂലി കൊടുക്കേണ്ട 1200 രൂപ വേണം. അന്ന് കയ്യിലൊന്നും ഇല്ലാതിരിക്കെ ഇറങ്ങിയെങ്കിലും അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ കർത്താവ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തന്നു. ഇന്നു വരെ കർത്താവ് പല വ്യക്തികളിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഇപ്പോ കർത്താവിന്റെ ആ സ്നേഹം പങ്കുവെച്ചു കൊടുക്കാൻ പല സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഡി അഡിക്ഷൻ സെന്റർ, ഇവിടെ ഞങ്ങളുടെ ചുറ്റുമായിട്ട് 2-3 ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. അവിടെ ക്ലാസ്സിനും കൗൺസിലിങ്ങിനുമായിട്ട് പോകുന്നു. അവരോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവും രക്ഷാനുഭവത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് അവിടെ കടന്നു വന്നവര് രക്ഷ അനുഭവിക്കുകയും മാനസാന്തരപ്പെടുകയും ജീവിതത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച അനുഭവത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തത് കാണാനായിട്ട് ഇട വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും അങ്ങനെ പല വഴികളിലൂടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിൽ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒത്തിരിയേറെ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത തരത്തിലുള്ളെന്ന് പറഞ്ഞാൽ, ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ, ഒരു വൈദികൻ എന്ന നിലയിൽ ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ടെങ്കിലും ഉള്ളിലുണ്ടായിരുന്ന ആത്മസംഘർഷം, കർത്താവിനോട് കൂടെ ആയിരിക്കേണ്ടതിന്റെ, സ്വർഗത്തിൽ പോകേണ്ടതിന്റെ ഒക്കെയുള്ള ആ കാര്യങ്ങളിലുള്ള ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറ്റപ്പെട്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആയി കർത്താവിൽ പൂർണ്ണമായിട്ട് പ്രത്യാശിക്കാൻ സാധിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന തരത്തിൽ കർത്താവ് എന്നെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അന്ന് തയ്യാറാക്കിയ ആ മാനുസ്ക്രിപ്റ്റ് എന്നെ വിശ്വാസത്തിലേക്ക്, അല്ലെ രക്ഷയിലേക്ക് നയിച്ച, ബോധ്യങ്ങൾ നൽകിയ ആ സാധനം, ഒരു ദിവസം ഞാൻ താമസിക്കുന്നിടത്ത് അങ്കമാലി ഭാഗത്തു നിന്ന് ഒരു ദൈവദാസം വന്നു. എന്നെ കുറിച്ച് കേട്ടൊരു കത്തോലിക്കനായിരുന്ന വൈദികനായിരുന്ന ഒരാൾ മാനസാന്തരപ്പെട്ടു വിശ്വാസത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കാണാൻ വന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛന് എഴുതാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എഴുതാറുണ്ട്, എഴുതി വല്ല ഇരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ എന്നെ വിശ്വാസത്തിലേക്ക്, അല്ലെ രക്ഷയിലേക്ക് നയിച്ച കർത്താവിന്റെ ഒരു ഇടപെടലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ആ സാധനം എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് തരാവോ? ഞാൻ ഉടനെ അത് കൈ കൊണ്ട് എഴുതിയ സാധനം അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അവിടെ ഇരുന്ന് ഏതാണ്ട് ഒരു 45 മിനിറ്റ് നേരം ആ പേജുകൾ മുഴുവൻ മറിച്ച് ഒന്ന് നോക്കി, ഓടിച്ചു വായിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, നമുക്കിത് പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രിന്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിന് സാമ്പത്തികം വേണം, എന്നെ സംബന്ധിച്ച് അത് നടക്കുന്ന കാര്യമല്ല. അദ്ദേഹം ഉടനെ പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യും, അച്ഛനിപ്പോൾ ഇവിടെ കുറച്ച് പാസ്റ്റർമാരെയൊക്കെ പരിചയമുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു മെസ്സേജ് അച്ഛൻ അയക്കുക. നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, പ്രിന്റ് ചെയ്യുന്നുണ്ട്, പ്രീ പബ്ലിക്കേഷൻ റേറ്റ് ആയിട്ട് ഇത്ര രൂപ വെക്കുക, അത് എത്ര പേര് വരുമെന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് ആലോചിക്കാവുന്നത്. ഉടനെ ഞാൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം അങ്ങനെ ഒരു ചെറിയ പരിപാടി ചെയ്തു. ആദ്യമൊന്നും ആരും റെസ്പോണ്ട് ചെയ്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചിലരൊക്കെ പറഞ്ഞു, ഒരു 10 പുസ്തകം ഞാൻ എടുത്തോളാം. അങ്ങനെ കൂട്ടി ഏതാണ്ട് കുറെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 500 പുസ്തകം ഞാൻ എടുത്തോളാം, അതിന്റെ പ്രിന്റിംഗ് കോസ്റ്റ് എന്താണ് ഞാൻ തന്നേക്കാം, ബാക്കിയുള്ളത് അച്ഛൻ സംഘടിപ്പിക്കാൻ. അപ്പൊ വീണ്ടും ഞാൻ എല്ലാവർക്കും എഴുതി. ആ എഴുത്തിന്റെ റെസ്പോണ്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ 2000 പുസ്തകം പ്രിന്റ് ചെയ്യാനായിട്ടുള്ള പൈസ ഞാൻ പ്രിന്റിംഗ് കോസ്റ്റ് മാത്രം ആവശ്യപ്പെട്ടുള്ളൂ. അപ്പോൾ 10 പുസ്തകം പ്രിന്റ് ചെയ്യാണ്ട് എത്ര പൈസ വരും, അത്രയും അവർ പൈസ തന്നാൽ മതി 10 പുസ്തകം വേണ്ടവർക്ക്. ചില സഭകൾ 100 പുസ്തകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലർക്കുമായിട്ട് ഞാനത് തയ്യാറാക്കി
2020 ഞാൻ ശുശ്രൂഷ ആരംഭിച്ചു. 2022 അത് പ്രിന്റ് ചെയ്യാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഇതാണ് ആ പുസ്തകം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ എന്ന് പറഞ്ഞ് ആ പുസ്തകം ഏതാണ്ട് ഒരു 300ഓളം പേജുള്ള ഒരു പുസ്തകം പ്രിന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്ന് അതിന്റെ കോപ്പി ആകെപ്പാടെയിൽ ഇത് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ബാക്കി മുഴുവൻ പല വ്യക്തികളിലൂടെ ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുന്നു. ആ പുസ്തകം വായിച്ച് ചില വൈദികര് രക്ഷയിലേക്കും സ്നാനത്തിലേക്കും വന്ന അനുഭവം എനിക്കുണ്ട്. ഒത്തിരിയേറെ വ്യക്തികൾ, പ്രത്യേകിച്ച് കത്തോലിക്കരായിരിക്കുന്ന വ്യക്തികൾക്ക് ഈ പുസ്തകത്തിലൂടെ വചനത്തിന്റെ സത്യം തിരിച്ചറിയാനായിട്ട് സാധിച്ച് രക്ഷയിലേക്ക് കടന്നു വന്ന അനുഭവങ്ങളുണ്ട്. കർത്താവ് ആ വഴിയിലൂടെയും കർത്താവ് നയിക്കുന്നു. എൻ്റെ അടുത്ത ഒരു സെക്കൻഡ് എഡിഷൻ ഇറക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ദൈവം എങ്ങനെയാണ് വഴി നടത്തുന്നത് അറിയില്ല. ഏതായാലും വലിയ സന്തോഷത്തോടു കൂടി ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കാനായിട്ട് സാധിക്കുന്നു. അതിനിടയിൽ ദൈവശാസ്ത്രം പഠിക്കണം. കാരണം ഞാൻ പഠിച്ചത് ദൈവശാസ്ത്രം കത്തോലിക്ക ദൈവശാസ്ത്രമാണ്. അതും ഇതുമായിട്ട് ഒരു തരത്തിൽ അങ്ങോട്ട് ചേർന്ന് പോകുന്നതല്ല. അറിയാതെയാണെങ്കിലും കത്തോലിക്ക ദൈവശാസ്ത്രം പറയാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. കോട്ടയത്തുള്ള ഒരു സെന്ററിൽ പോയിട്ട് BTech ലെവലിൽ ഒരു പഠനം ഞാൻ നടത്തി. അപ്പൊ അതിലുള്ള വ്യത്യാസങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നീട് ഞാൻ അതിന്റെ MDയും MTHും കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ ഒരു ഫർദർ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നു. ചെന്നൈ ഇന്റർനാഷണൽ ബൈബിൾ കോളേജിന്റെ ഒരു സ്റ്റഡി സെന്റർ ആയിട്ട് ഞങ്ങൾ ഇവിടെ നടത്തുന്ന ബൈബിൾ കോളേജ് അവര് സ്വീകരിച്ചു. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വയനാട്ടിലുള്ള ഒരു ബൈബിൾ കോളേജ് ആ രീതിയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവ സഭയ്ക്കും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന സകലർക്കും, പാസ്റ്റർമാർക്കും ഒക്കെ അനുഗ്രഹപ്രദമാകുന്ന രീതിയിൽ ഉള്ള ശുശ്രൂഷകൾ ചെയ്ത് ദൈവം നൽകുന്ന ആ പ്രതിഫലവും സ്വീകരിച്ച് ദൈവത്തോടു കൂടെ നിരന്തരം വസിക്കണമെന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ച് മറ്റൊരു ലക്ഷ്യവും ഇല്ല. ദൈവത്തോടു കൂടെ ആയിരിക്കണം. ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാൽ അത് ദൈവത്തോടു കൂടെ സ്ഥിരം എന്ന രീതിയിലേക്ക് മാറണം. നിത്യത നഷ്ടപ്പെടുത്താൻ വഴിയുള്ളതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കണം. നിരന്തരമായി ദൈവ സാന്നിധ്യത്തിൽ കഴിയണം എന്നുള്ള ആഗ്രഹത്തോടെ ഇന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്ന അരോമ TVയുടെ പ്രത്യേകിച്ച് ഡാനിയൽ പാസ്റ്ററോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇത് ശ്രവിക്കുന്ന സകലർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ, ദൈവാനുഭവത്തിലേക്ക് വളരുവാനുള്ള ഒരു വേദിയായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം തീർച്ചയായും വൈദികരായി, സിസ്റ്റേഴ്സായി വചനത്തിന്റെ സത്യത്തിന്റെ കുറച്ചു ഭാഗം മാത്രം അറിയാവുന്നവര് പൂർണ്ണ സത്യത്തിലേക്ക് കടന്നു വന്ന് ദൈവാനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് മാറണം. അതിനുള്ള വേദി ഒരുക്കപ്പെടണം എന്നൊരാഗ്രഹവും പ്രാർത്ഥനയും ഉണ്ട്. കർത്താവ് അതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരും ആ ഒരു വിഷയം പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ വെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. വൈദിക ജീവിതത്തിലൂടെ കാര്യം ശുശ്രൂഷ ചെയ്യുന്നു എങ്കിലും വചനത്തിന്റെ സത്യത്തിന് വിരുദ്ധമായ ശുശ്രൂഷകളായതുകൊണ്ട് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, അവരൊന്നും നിത്യതയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് യോഗ്യത നേടാത്തവരായി മാറും. അതുണ്ടാകരുത്. അവർ ശുശ്രൂഷ ചെയ്യുന്നത് എനിക്കറിയാം പൂർണ്ണമായിട്ടും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി തന്നെയാണ് ബഹുഭൂരിപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ മറ്റു ചില കാര്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ ബഹുഭൂരിപക്ഷവും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി. പക്ഷെ തെറ്റിന്റെ വഴിയിലൂടെ അവര് ചരിക്കുകയാണ്. ആ തെറ്റിന്റെ വഴിയിൽ നിന്ന് എന്നെ നേരിന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവ് അവരെ നയിക്കട്ടെ എന്ന് തീഷ്ണതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന നിങ്ങളുടെയും പ്രാർത്ഥനയായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു പ്രാർത്ഥനാ വിഷയമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞപ്പോൾ ഇത് 8ാമത്തെ വർഷമാണ്. 2017 ഞങ്ങളുടെ വിവാഹം നടന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുഞ്ഞ് തലമുറ കർത്താവ് നൽകിയിട്ടില്ല. അതിനുള്ള കർത്താവിൻ്റെ കൃപ ഞങ്ങൾക്കുണ്ടാകുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന്, ധാരാളമായി ദൈവത്തിൻ്റെ അനുഗ്രഹവും സമ്പന്നതയും കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോൺസൺ സ്കറിയാവറുകൾ. ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയിൽ നിന്ന്
കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിലേക്ക് പ്രൊമോഷൻ ലഭിച്ച ഒരു ദൈവഭക്തൻ്റെ ജീവിത അനുഭവങ്ങൾ, അതിലേക്ക് വരുവാനിടയായി തീർന്ന യാതൊരു മറവുമില്ലാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ ഒരു യാത്രയായിരുന്നു ഈ നിമിഷങ്ങൾ ഉടനീളം കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. കത്തോലിക്ക സഭ സമൂഹത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല സേവനങ്ങൾ സഭയുടേതായ നിലയിൽ നൂറ്റാണ്ടുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൽ വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി എന്നൊക്കെയുള്ള ആ ഒരു സാങ്കല്പികമായ ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് അവർ ആ ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം വളരെ വൈകിട്ടാണെങ്കിലും പല പ്രിയപ്പെട്ടവരും മനസ്സിലാക്കി യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായി, ദാസന്മാരായി, ദാസിമാരായി തീരുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും സഭ ചെയ്യുന്ന ആതുര സേവനങ്ങൾ വിസ്മരിക്കുവാൻ കഴിയുകയില്ല. വിദ്യാഭ്യാസ മേഖലയിലും ചാരിറ്റി പ്രവർത്തനത്തിലും രോഗി സംരക്ഷണം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖലയിലും സാമൂഹിക പ്രവർത്തനത്തിലും അന്നദാന മേഖലകളിലും ചാരിറ്റി, അതുപോലെ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ, സാമൂഹിക സേവനങ്ങൾ ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശംസനീയമായ കാര്യമാണ്. എന്നാൽ നേരത്തെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രവചിക്കുന്നു, ശുശ്രൂഷകൾ ചെയ്യുന്നു, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള ആ വചനഭാഗം മത്തായി സുവിശേഷത്തിൽ നിന്ന് പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ ഇടയായി തീർന്നു. കത്തോലിക്ക സഹോദരങ്ങൾ ഉപയോഗിക്കുന്ന വിശുദ്ധ ബൈബിളിലും ഈ വചനമുണ്ട്. എന്നാൽ ആ വചനത്തിൻ്റെ യാഥാർത്ഥ്യം അവർക്ക് കാണുവാനോ ആ അനുഭവത്തിലേക്ക് വരുവാനോ കഴിയാതെ പോകുന്നു. ചില പ്രിയപ്പെട്ടവരുടെയെങ്കിലും കണ്ണു തുറന്ന ആ സത്യം മനസ്സിലാക്കി ആ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായിട്ടും നാം കർത്താവിൻ്റെ ശരീരത്തോട് ഏകീഭവിക്കുന്നില്ല എങ്കിൽ അവനോട് നമുക്ക് കൂട്ടായ്മയില്ല. കർത്താവിനോട് കൂട്ടായ്മയില്ലെങ്കിൽ കർത്താവിനോടൊപ്പം നമുക്ക് നിത്യതയിൽ വസിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ പ്രിയ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചു, അരുളിക്കായും തിരുവോസ്തിയും മുന്നിൽ വച്ച് അതിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആ നിമിഷത്തിൽ അവിടെ ദൈവത്തിൻ്റെ ശബ്ദം ഹൃദയത്തിൽ കേൾക്കുവാൻ, ദൈവ സാന്നിധ്യം മുൻപിൽ അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. മുൻപിലിരിക്കുന്ന വസ്തുവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. പല പ്രിയപ്പെട്ടവർക്കും ഇതുപോലെയുള്ളതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അപൂർവം ചിലർ മാത്രമാണ് ആ ദൈവശബ്ദത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. കർത്താവിൻ്റെ ദാസനെ ദൈവം തിരഞ്ഞെടുത്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കന്മാരുടെ പ്രേരണയാലും ഒക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ ചെയ്തു. നല്ല നിലയിൽ പഠിക്കാനുള്ള നല്ല അവസരങ്ങളൊക്കെ കിട്ടി. ഒരു പുരോഹിതനായി തീർന്നു. എന്നാൽ കർത്താവ് പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ, ലോകസ്ഥാപനത്തിന് മുന്നമേ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ തക്കവണ്ണം നിശ്ചയിച്ചിരുന്നത് കൊണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് വളർച്ച പ്രാപിക്കുവാൻ ദൈവം വിളിച്ചിറക്കുകയാണ് പിന്നത്തേതിലുണ്ടായതെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സ്തോത്രം. നാം ഈ ഭൂമി മുഴുവനും സഞ്ചരിച്ചാലും എന്തെല്ലാം നാം ചെയ്തെന്ന് പറഞ്ഞാലും നാം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ കർത്താവിനോടുകൂടെ നമുക്ക് യാതൊരു അവകാശവുമില്ല. തീർച്ചയായിട്ടും ദേവദാസൻ്റെ ജീവിതാനുഭവങ്ങൾ അനേക പ്രിയപ്പെട്ടവർക്ക് അവരുടെ കണ്ണ് തുറപ്പിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. എന്നെ സ്നേഹിക്കുന്ന, അരോമ TV സ്നേഹിക്കുന്ന ഒരുപാട് പുരോഹിതന്മാരുണ്ട്, കന്യാസ്ത്രീ സഹോദരികളുണ്ട്.
ആ സഹോദരങ്ങളെയൊക്കെ ഞാൻ ഈ തരുണത്തിൽ ഓർക്കുന്നു. അവർക്കൊക്കെയും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹവും വഴിത്തിരിവുമാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അവരിൽ അനേക പ്രിയപ്പെട്ടവർ അവരുടെ നാളെയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എന്താകുമെന്നുള്ളതായ ആശങ്കകൾ അവരെ ഭരിക്കുന്നുണ്ടാവാം. എന്നാൽ ദൈവദാസൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു ജീവിതമാർഗം എന്നതിനേക്കാൾ ഉപരിയായി താൽക്കാലികമായി നമുക്ക് ലഭിക്കുന്നതായ ചില ഭൗമിക നന്മകൾ, പേര്, പ്രശസ്തി, പദവി, ഇവയൊക്കെ താൽക്കാലികം മാത്രമാണ്. അവ എന്നതിനേക്കാൾ ഉപരിയായി നാം കർത്താവിനോടുകൂടെ കഷ്ടം സഹിപ്പാൻ നാം തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് വലിയ ഒരു പ്രതിഫലമുണ്ട്. പിന്നത്തേൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. അതുപോലെ ദേവദാസൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു, ആഭരണം എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച്. ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആഭരണമല്ല വലുത്, നാം ധരിച്ചിരിക്കുന്നതായ ക്രിസ്തുവാണ് നമ്മിൽ വലുത്. നമ്മിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അവയേക്കാൾ വലുതായി യാതൊരു വസ്തുവിനും യാതൊരു പ്രസക്തിയുമില്ല. ആഭരണം എന്ന് പറയുന്നത് അത് താൽക്കാലികം മാത്രമായിട്ടുള്ള ചില അനുഭവങ്ങൾ മാത്രമാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ എളിമയായിരിക്കണം ക്രിസ്തു സഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ആ ഒരു താഴ്മയും വിനയവും ആയിരിക്കണം കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വസ്ത്രം ധരിക്കേണ്ട എന്നുള്ളതല്ല, സ്തോത്രം, പകരം മാന്യമായ വസ്ത്രം ധരിക്കുക. എന്നാൽ ആഡംബരം, അതായത് ക്രിസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ജീവിതത്തിലോ മറ്റൊന്നും നാം പ്രൊജക്റ്റ് ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ്. കർത്താവിൻ്റെ ദാസൻ്റെ വാക്കുകളിലൂടെ, ജീവിതത്തിലൂടെ യേശു കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ നിങ്ങൾ കുടുംബമായി നിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ നിലയിൽ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ദൈവത്തിന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഭ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. യേശുവിന് മാത്രമേ നിങ്ങളെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. അനേക പ്രിയപ്പെട്ടവർ വിശുദ്ധ തിരുവെഴുത്തുകളെ വായിക്കുന്നുണ്ട്, എന്നാൽ ഗ്രഹിക്കുന്നില്ല. തിരുവെഴുത്തുകളെ ഗ്രഹിക്കായക കൊണ്ട് ജനം നശിച്ചു പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ വിശുദ്ധ വേദാപുസ്തകം തിരുവെഴുത്തുകളെ കൊണ്ടു നടക്കുന്നവരോ പൂജിക്കുന്നവരോ വീട്ടിൽ വച്ചിരിക്കുന്നവരോ ആയിരിക്കുവാനല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. തിരുവെഴുത്തുകളിലെ സത്യങ്ങളെ നമ്മൾ വായിച്ച് ഗ്രഹിച്ച് അനുസരിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നാം ഏതൊരു അനുഗ്രഹത്തിൻ്റെയും പിന്നിൽ ഒരു അനുസരണം ആവശ്യമാണ്. അബ്രഹാം അനുസരിക്കുവാൻ തയ്യാറായതുകൊണ്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. നാം അനുസരിക്കുവാൻ തയ്യാറാകുമോ? പ്രിയ കർത്താവിൻ്റെ ദാസൻ തിരുവെഴുത്തുകൾ വായിക്കുന്നവനായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ ആ തിരുവെഴുത്തുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെട്ടതായ വേദഭാഗങ്ങളൊക്കെയും താൻ കുറിച്ചു വെച്ചു. ആ കുറിച്ചു വെച്ച വേദഭാഗങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ ആ ഒരു വലിയ മാറ്റത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നവർ മാത്രമല്ല, നിങ്ങളുടെ കണ്ണ് തടഞ്ഞതായ, കണ്ണുടക്കിയതായ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടതായ വേദഭാഗങ്ങൾ നിങ്ങൾ കുറിച്ചു വയ്ക്കൂ. ആവർത്തിച്ചത് വായിച്ച് ആ വചനത്തോട് തന്നെ ചോദിക്കൂ, എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? കാരണം ഈ വചനത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു തരുവാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയ വചനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ വചനത്തിൻ്റെ വെളിപ്പാടുകളും വ്യാഖ്യാനവും തരുവാൻ കഴിയുകയുള്ളൂ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസൻ
ഈ നിമിഷം ആമേനെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സ്നേഹമാണ് ഓരോ നിമിഷവും ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കരുതലാണ് ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത്. ഓരോ നിമിഷവും ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി അവിടുത്തെ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ആ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ആരുടെയും മിടുക്ക് കണ്ടല്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ സ്നേഹം ഒന്ന് മാത്രമാണ് ഞങ്ങളെ നടത്തുന്നത്, ഞങ്ങളെ കരുതുന്നത്. നാളിതുവരെ അവിടെ നടത്തിയ വിധങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാറ്റിനും ഉപരിയായി അവിടുത്തെ ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് നൽകിയ വചനത്തിന്റെ ആഴമുള്ള അർത്ഥം മനസ്സിലാക്കുവാനും ആ വചനം ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിലേക്ക് അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഇത് വെറുതെ ഒരു കാഴ്ചയായി മാറാതെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകുന്ന ഒരു അനുഗ്രഹത്തിന്റെ വേദിയായി മാറുവാൻ അവിടുന്ന് സഹായിക്കണം. അനേകരുടെ കണ്ണുകൾ തുറക്കപ്പെടണം കർത്താവെ. അങ്ങയുടെ വചനത്തിന്റെ സത്യത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ അവരെ സഹായിക്കണം. അതിലൂടെ അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അവർ തിരിച്ചറിയുവാൻ അവരെ സഹായിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ രക്ഷയുടെ അനുഭവത്തിലേക്കും തുടർന്ന് അവിടുത്തെ സഭയിൽ അംഗമാകുന്ന അനുഭവത്തിലേക്കും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്ന അനുഭവത്തിലേക്കും നിത്യതയിൽ അങ്ങയുടെ കൂടെ വസിക്കുന്ന അനുഭവത്തിലേക്കും അവരെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ അനുഗ്രഹം ആവശ്യമുള്ളവരുടെ അടുക്കിലേക്ക് അങ്ങയുടെ അനുഗ്രഹം കടന്നു ചെല്ലണം. അവിടുത്തെ സൗഖ്യം ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം കടന്നു ചെല്ലണം. അവിടുത്തെ സ്നേഹം ആവശ്യമുള്ളിടത്തേക്ക് അവിടുത്തെ സ്നേഹം ലോഭമില്ലാതെ അവിടെ നയിക്കണമെന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അങ്ങയുടെ ഒരു ശുശ്രൂഷ എന്ന നിലയിൽ കർത്താവെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് അരോമ ടി വി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ ദാസന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണം. അവർ ചെയ്യുന്ന ശുശ്രൂഷ അനേകർക്ക് അങ്ങേ അറിയുവാനുള്ള ഒരു വേദിയാക്കി മാറ്റുവാൻ അവിടുന്ന് കൃപ ചെയ്യണം. തടസ്സമായി കടന്നു വരുന്നതിനെ മുഴുവൻ തോൽപ്പിക്കുവാൻ അവിടുത്തെ ശക്തി അവർക്ക് അവിടുന്ന് നൽകണം. പൈശാചിക അന്ധകാര ശക്തികൾ എഴുന്നേറ്റ് ഞങ്ങൾക്ക് തടസ്സമായി വരാതിരിക്കുവാൻ അവിടുത്തെ ദൂതന്മാരുടെ കാവലും അവിടുന്ന് ചിന്തിയ തിരുരക്തത്തിന്റെ സംരക്ഷണവും ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണയും കൃപയും ആവോളം അനുഭവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായി നന്ദി. അവിടുന്ന് മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ സ്കറിയ അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യ ആരോഗ്യം തട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം പിന്നെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് aroma.tv.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുമായി ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും ജീവിതാനുഭവവുമായി വീണ്ടും കൂടിക്കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ.
അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com